എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം അമിത രക്തസമ്മർദ്ദവും ഡയറ്റുമാണ്. അപ്പം ആദ്യമായിട്ട് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, ഈ അമിത രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? നമുക്ക് ടെസ്റ്റ് വഴിയാണ് നമുക്ക് ഏർലി സ്റ്റേജിൽ ബി പി ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ് ഉണ്ട്. പഴയതാണെങ്കിൽ നമ്മൾ മെർക്കുറി മാനോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റലായിട്ട് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രഷറിൻ്റെ കാര്യം അറിയാൻ പറ്റും. അപ്പോൾ പ്രഷറിൻ്റെ കാര്യം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ എപ്പോഴും ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല. എപ്പോഴും അത് കൂടിയും കുറഞ്ഞിരിക്കും. അതായത് നമ്മുടെ ആവശ്യം അനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു മെക്കാനിസം ഉണ്ട് നമുക്ക് ബോഡിക്ക്. അപ്പം നമ്മളിപ്പോൾ കുറച്ച് ഓടി കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഓടിയും എക്സസൈസ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ബി പി നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ബി പി കുറവായിരിക്കും. അങ്ങനെയാണ് ഉള്ളത് അറിയുന്നത്. പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റായ ഒരു ഡയഗ്നോസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലവേദനയോ എന്തെങ്കിലും ഒരു വേദനയോ അസ്വസ്ഥതയോ ഉള്ളപ്പോൾ പോയി നോക്കും, ബി പി നോക്കിയാൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും കരുതും ബി പി വന്നതുകൊണ്ട് ബി പി കാരണം വന്ന തലവേദനയാണ്. പലപ്പോഴും അങ്ങനെ ആയിരിക്കുകയല്ല. നമുക്ക് പെയിനോ അസ്വസ്ഥതകളോ വരുമ്പം നാച്ചുറലി ബി പി കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും ഇപ്പോൾ സമയത്തും ഈ ബി പിക്ക് തന്നെ കാരണം വരുന്ന ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കുറയോ, അങ്ങനെ ബ്രെയിനിന് നീർക്കെട്ടോ ഒക്കെ വരുമ്പോഴും വരാം. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് പലപ്പോഴും ബി പിക്ക് ഉള്ള ഒരാൾ തലവേദന ഉള്ളപ്പോൾ നോക്കുമ്പോൾ ബി പി കൂടുതലായിരിക്കും. പക്ഷെ അതുകൊണ്ട് ബി പി കൊണ്ടാണ് തലവേദന എന്ന് എടുക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി, കാരണം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് മരുന്നിലേക്ക് പോകുന്ന ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം നോർമൽ ബി പി ഉണ്ടല്ലോ, നമ്മളൊരു പല റേഞ്ചുകൾ പറയും. പിന്നെ 120/80 അല്ലെങ്കിൽ 100 ലോ ബി പി ഉള്ളവർക്കാണെങ്കിൽ 160 വരെ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ ഓക്കെയാണ്. പിന്നെ പല ക്രൈറ്റീരിയാസ് ഉണ്ട് ഓരോ ബി പിക്ക് മെഡിസിൻ കൊടുക്കാനായിട്ട്. അത് ഇപ്പം ഓരോ മറ്റുള്ള രോഗമൊക്കെ കൂടെ കണക്കിലെടുത്താണ് സാധാരണ മോഡേൺ മെഡിസിനിൽ മറ്റ് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള രോഗങ്ങളും കൂടെ കണക്കിലെടുത്താണ് പലപ്പോഴും മരുന്നുകൾ കൊടുക്കുന്നത്. ഇപ്പം പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അത് കഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ പൊതുവെ അതാണ് ഒരു ധാരണ. ബി പി വൺസ് നമുക്ക് വന്നാൽ പിന്നെ അത് മാറുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നടക്കാത്തതാണെന്നുള്ള രീതി. അത് എത്രമാത്രം ശരിയാണ്? അത് എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും നമ്മളുടെ മോഡേൺ മെഡിസിൻ അനുസരിച്ചും ഈവൻ WHO ലിസ്റ്റ് അനുസരിച്ചും നമ്മുടെ ICMR ലിസ്റ്റ് അനുസരിച്ചും എല്ലാം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയുടെ തെറ്റുകൊണ്ട് വരുന്നതാണ്. അതാണ് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. പിന്നെ ഒരു 5%, അത് 95% അതാ. പിന്നെ ഒരു 5% മറ്റു രോഗങ്ങൾ കാരണം, അതായത് ഇപ്പം ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് കൂടുക, അല്ല ചിലതരം ഹോർമോൺസ് കുഷിങ് സിൻഡ്രോം, അല്ലെങ്കിൽ കൂടുതൽ സ്റ്റീറോയിഡ് ഉപയോഗിച്ചതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ഈവൻ ചിലതരം മരുന്നുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഹൈപ്പർ ടെൻഷൻ വരാം. അതൊരു 5%. ഇൻഇഫക്റ്റ് പക്ഷെ അതും ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്. ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി വേറൊരു ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹൈപ്പർ ടെൻഷനാണ്. സോ ഹൈപ്പർ ടെൻഷൻ ജീവിതശൈലി രോഗമാണ്. അത് മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല. ദാറ്റ് ഈസ് കറക്റ്റ്. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. പക്ഷെ ജീവിതശൈലി കറക്റ്റ് ആക്കിക്കൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ മാറ്റാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ കറക്റ്റായിട്ട് പറയുന്ന പോലെ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇതിൻ്റെ മന്ത് 3, 4, 5 മരുന്ന് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പ് ഇച്ചിരിയെങ്കിലും കുറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഈ റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻ്റാണ്. പ്രത്യേകിച്ച് റീനൽ ഫെയിലിയർ 4ഉം 5ലും ഒക്കെ, പ്രത്യേകിച്ച് 5ലേക്ക് എത്തി ക്രിയാറ്റിനൊക്കെ കുറഞ്ഞു. അവർക്ക് ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആ ന്യൂട്രീഷൻ്റെ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണമാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ന്യൂട്രീഷൻ വെച്ചുകൊണ്ട് നമ്മളുടെ ഈ ബി പി എം എല്ലാ സിസ്റ്റത്തെ, ബി പി എം മാത്രമല്ല നമ്മുടെ ബോഡിയെ തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പം ഈ കിഡ്നി പേഷ്യൻസിന് പക്ഷേ ഈ കൊടുക്കാനുള്ള ചില ലിമിറ്റേഷൻസ് വരും. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടാൻ പറ്റില്ല, പിന്നെ അവരുടെ സോഡിയം ബാലൻസ് തന്നെ തെറ്റിക്കിടക്കുമായിരിക്കും. അങ്ങനെ കുറച്ച് കാരണങ്ങളുള്ളതുകൊണ്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. പക്ഷേ എന്നാലും കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ഈ റീനൽ ഫെയിലിയറിലുള്ളത് ഡിഫിക്കൽട്ട് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യത്തിലും അവർക്ക് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒരുപോലെയാണെന്നുള്ളതാണ്. അപ്പം പേഷ്യൻസ് തന്നെ പറയും, ഡോക്ടർ ഈ മരുന്ന് കഴിച്ചായിട്ടും എനിക്കൊരു ഗുണമില്ല, അപ്പം ഞാൻ പിന്നെ കഴിക്കണം. അപ്പോൾ ഓൾറെഡി റീനൽ ഫെയിലിയർ ആണ്, കിഡ്നിക്ക് ഓവർ സ്ട്രെയിൻ ആണ്. അപ്പം അങ്ങനെ ഇപ്പം നമുക്കിപ്പം അത് മനസ്സിലായത് കഴിഞ്ഞതോടുകൂടി നമ്മൾ പേഷ്യൻറ്റിനോട് തന്നെ പറയും, ഇച്ചിരിയൊക്കെ കൂടി നിൽക്കുകയാണെങ്കിലും പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് നോക്ക്. അപ്പം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരേ ഇഫക്റ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഴിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ചിലരുണ്ട്, ടെൻഷൻ വരുമ്പം. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോൾ ടെൻഷനും കുറവ് വരും. നമ്മൾ വെറുതെ പെട്ടെന്ന് ആവശ്യ ഒരു കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ ഒരാൾ ടെൻഷൻ അടിക്കാത്ത കാര്യങ്ങൾക്കും ഈ ബി പി ഉള്ളവർ ടെൻഷൻ അടിക്കും. അപ്പം ഈ ബി പിയും ടെൻഷനും ഹൈപ്പർ ടെൻഷനാണ്. അതുപോലെ തന്നെ നെർവ്സിൻ്റെ ടെൻഷൻ കൂടുന്നതാണ് നമുക്ക് ഈ സൈക്യാട്രിക് ഇങ്ങനെ ഈ ടെൻഷൻ, സ്ട്രെസ്, ടെൻഷൻ എന്നൊക്കെ പറയുന്നത് വേറൊരു ടെൻഷനാണ്. അപ്പം രക്തക്കുഴലുകളുടെ ടെൻഷൻ കൂടുന്നത് പോലെ നെർവ്സിലേക്കുള്ള ടെൻഷനുകൾ ആ മെക്കാനിസത്തിന് വരുന്ന വ്യത്യാസം കൊണ്ടാണ്. ജനറലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പ്രഷറുള്ള പേഷ്യൻസ് ഒക്കെ ഇറിറ്റബിൾ ആയിരിക്കും. അവർ പുറമേയൊക്കെ ഇച്ചിരിയൊക്കെ കൂളായിട്ടൊക്കെ നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈഫിനോട് ചോദിച്ചു, ഹസ്ബൻഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ വൈഫിനോട് ചോദിക്കാം, വൈഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹസ്ബൻഡിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവർ ഭയങ്കര എല്ലാത്തിനും ചൂടന്മാരെന്നൊക്കെ നമ്മൾ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയല്ലോ, എല്ലാത്തിനും പെട്ടെന്ന് ചൂടാകുന്ന ഒരു നേച്ചറായിരിക്കും ജനറലി. എല്ലാവരും ഞാൻ പറയുന്നില്ല, ജനറലി അങ്ങനെ ആയിരിക്കും. അതെല്ലാം നമ്മുടെ ഈ അതിൻ്റെ ആ മെക്കാനിസം, നമ്മളുടെ ആ ഈ ബി പി കൺട്രോൾ ചെയ്യുന്ന നെർവസ് കൺട്രോളുണ്ട്, ഹോർമോണൽ കൺട്രോളുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ മെക്കാനിസത്തിൽ വരുന്ന തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി കൊണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ വരാൻ കാരണം. ഈ പലരുടെയും ഒരു സംശയം, ഈ പൾസ് റേറ്റ് കൂടുതലാണ്, ബി പിയും കൂടുതലാണ്. അപ്പോൾ ഈ പൾസ് റേറ്റും ബി പിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, തീർച്ചയായിട്ടും. പൾസ് റേറ്റും ബി പിയും രണ്ടും വളരെ ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ ഹാർട്ടിൻ്റെ ബീറ്റ് കൺട്രോളും ഹാർട്ടിൽ നിന്ന് എത്ര പ്രഷറും ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യുന്നതനുസരിച്ചാണ് ബി പി വരുന്നത്. അതായത് ബി പി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, നമ്മളുടെ ഈ ഫ്ലോയിങ് ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന പ്രഷറാണ്, അല്ലെങ്കിൽ അതിലുണ്ടാക്കുന്ന വികാസത്തിനും അതും രക്തക്കുഴലിൻ്റെ ചുരുങ്ങലിൻ്റെ കപ്പാസിറ്റിയും അനുസരിച്ചാണ്. അപ്പം പ്രായമാകുമ്പോൾ ജനറലി പ്രഷർ കൂടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് കുറയുമ്പോൾ ഹാർട്ട് കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്പീഡിൽ പമ്പ് ചെയ്യേണ്ടി വരും. കാരണം ബ്ലഡ് എത്തിക്കണം. ഒരാൾ രക്തക്കുഴലുകളൊക്കെ സ്റ്റിഫായിപ്പോയി, അയാൾക്ക് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എഴുന്നേൽക്കുമ്പം തലയിലേക്ക് ബ്ലഡ് ചെല്ലണം, അല്ലെങ്കിൽ കാലിലേക്ക് മൊത്തത്തിലൊരു വ്യത്യാസം വരും, ആ പൊസിഷന് വ്യത്യാസം വരും. അല്ലെങ്കിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് ഇരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയും ഹൈറ്റിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും. അപ്പം പ്രഷറിന് വേരിയേഷൻ വരും. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ആയിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. അത് പറ്റാതെ വരുമ്പോഴാണ് ചിലപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി, പല ബി പി പ്രഷറിന് മരുന്ന് കഴിക്കുന്ന പല പേഷ്യൻസിനും ആണ് പലപ്പോഴും രാത്രിയിൽ എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ബാത്റൂമിൽ വീഴുന്നത്, തലയിറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ബി പിയുടെ മരുന്നും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് വെച്ചിട്ട് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് മരുന്നും കൂടെ വെച്ച് നമ്മൾ ആ കൺട്രോൾ മെക്കാനിസത്തെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം പ്രഷർ കൂടാതെ വരുന്ന കഴിയുമ്പോൾ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ തലകറക്കം വരാം. അപ്പം അതാണ് ബേസിക്കലി നമ്മൾ ഈ ബി പി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റും പ്രഷറും അതിൻ്റെ പമ്പിങ്ങും എല്ലാത്തിനെയും ബേസ് ചെയ്താണ്. അപ്പം ഹാർട്ട് രണ്ട് രീതിയിലാണ്. അതിനെ കൂടുതൽ ശക്തിയായിട്ട് ബീറ്റ് ചെയ്യാതെ കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് എടുക്കാനും നോക്കും, അതുപോലെ നമ്പർ ഓഫ് ബീറ്റ്സ് കൂട്ടി വേണ്ടത്ര ബ്ലഡ് കൊടുക്കാനും നോക്കും. അതുകൊണ്ടാണ് രണ്ടും
ഇന്നും പല രീതിയിൽ അത് കണക്ട് ചെയ്ത് കിടക്കുന്നത്. പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത് സോഡിയം മറ്റേ ഉപ്പ് കുറയ്ക്കുക. ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ BP കൂടുതലാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. ഈ ഉപ്പ് പോലെ തന്നെ ഈ ഉപ്പിൻ്റെ സോഡിയം പോലെ തന്നെ ഈ പൊട്ടാഷ്യത്തിനും ഒരു വലിയ പങ്കുണ്ട് ഈ BPയുടെ കൺട്രോളും മാനേജ്മെൻറ്റിലും എന്നാണ് കേട്ടേക്കുന്നത്. അത് എത്രമാത്രം ശരിയാണ്? അത് നമ്മുടെ ഈ ഭക്ഷണക്രമത്തിൽ നമുക്കതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുക? BP കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു ഡയറ്റ് ഫോർമുലയുണ്ട് ശരിക്കും. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുന്നത്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാണ്. കൺട്രോൾ ഹൈപ്പർ ടെൻഷൻ അല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കണം അത് ക്ലിയർലി. അത് നമ്മൾ അമേരിക്കൻ നാഷണൽ ഹെൽത്തിൻ്റെ എന്തോ ഡയറക്ടറിൽ അത് ഒത്തിരി റിസർച്ചൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷനാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ പ്രത്യേക ഡയറക്ഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് പറയുന്ന നമ്മളൊരു ഡയറ്റ്, ഇപ്പം നമുക്ക് അമേരിക്കയിലുള്ള ഒരാൾ പോലെയല്ല നമ്മൾ ഇന്ത്യൻസ് ഫുഡ് കഴിക്കുന്നത്. ഇന്ത്യൻസിനെ പോലെ അല്ല നോർത്ത് ഈസ്റ്റ് ഈവൻ ഈ മെഡിറ്ററേനിയൻ ഏരിയയിലുള്ളവർ കഴിക്കുന്നത്. അപ്പം ജനറലി മെഡിറ്ററേനിയൻ ഡയറ്റ് ഈസ് ഗുഡ് ഫോർ മൊത്തത്തിൽ ഹാർട്ടിന് ഇങ്ങനത്തെ അസുഖങ്ങൾക്കും ഒക്കെ നല്ലതായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ഫുഡിനകത്ത് അതിൻ്റേതായ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവർ ഒളിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മെയിൻലി. പിന്നെ കുറച്ച് ഫിഷ് ഉണ്ടാകും, മറ്റതിനൊക്കെ ഒരു മോഡറേഷൻ ഉണ്ടാകും. അങ്ങനത്തെ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് അതിനോട് പോലെയുള്ള ഒരു ഡയറ്റാണ്. അതുപോലെ പാലിയോലിത്തിക് ഡയറ്റ് എന്ന് പറയും. അത് നമ്മൾ ഈ ഹണ്ടർ ഗ്യാദർ ആ കാലഘട്ടത്തിൽ, അതായത് നമ്മളുടെ കുറെ കൂടെ ആദ്യം പഴയ കാലത്തെ മനുഷ്യർ ഹണ്ട് ചെയ്തും മറ്റേ കിഴങ്ങുകളൊക്കെ കഴിച്ചുമല്ലേ നടന്നിരുന്നത്. ആ കാലത്തെ ഡയറ്റിൻ്റെ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു ഹണ്ടർ ഗ്യാദർ കാലഘട്ടത്തിലെ ഡയറ്റിന് വേണ്ടി ഒരു കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സോഡിയത്തിൻ്റെ അളവ് തീരെ കുറവായിരിക്കും. കാരണം ഹില്ലി ഏരിയയിലൊന്നും നമുക്ക് സോഡിയം കിട്ടുകയില്ല. കടലിൽ നിന്ന് ഉപ്പുവെള്ളം വെച്ചിട്ടൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ ഉപ്പുപാറയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് നേച്ചറിൽ തന്നെ നമുക്ക് സോഡിയം വളരെ കുറച്ചുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാം. അതേസമയത്ത് നമുക്ക് പൊട്ടാസ്യം ഇഷ്ടംപോലെ നമ്മുടെ നേച്ചറിലുണ്ട്. എവിടെയാണേലും പഴങ്ങളിലാണേലും പച്ചക്കറിയിലാണേലും ഇലകളിലാണേലും മീറ്റിലാണേലും ഫിഷിലാണേലും എല്ലാം ഉണ്ട്. സോ നമ്മളുടെ ബോഡി പൊട്ടാസ്യത്തിനെ കൺസേർവ് ചെയ്യില്ല, പക്ഷെ സോഡിയം ഇച്ചിരിയേ ഉള്ളെങ്കിൽ അത് വെച്ച് ജീവിക്കാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കിഡ്നി അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ദറ്റ് ഈസ് ജെനറ്റിക്സ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഡയറ്റിൽ എന്താ പറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എല്ലാം പ്രോസസ്സിങ് വന്നതോടെ പ്രോസസ്സിങ് വരുമ്പോൾ പൊട്ടാസ്യം എല്ലാം നഷ്ടപ്പെട്ടും പോകും, സോഡിയം എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ, ഒരു ബോഡിക്ക് ഏറ്റവും കംഫർട്ടബിൾ പൊട്ടാസ്യം സോഡിയം. ഈ പൊട്ടാസ്യം സോഡിയം നമുക്ക് ബോഡിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, ഈ പൊട്ടാസ്യം സോഡിയം ആണ് നമ്മളുടെ സെല്ലിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നതും അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ, അതായത് നേർവേ കൂടി ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്, അതിൻ്റെ ഇലക്ട്രിസിറ്റി ആയിട്ട് വരുന്നത് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡുമാണ് മെയിൻലി വരുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് നിൽക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഡാഷ് ഡയറ്റിലൊക്കെ ഈ സോഡിയവും പൊട്ടാസ്യം ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതും. പിന്നെ വേറൊരു കാര്യം കൂടെ വരുന്നത് മാഗ്നീഷ്യവും കാൽസ്യവുമാണ്. അത് രക്തക്കൊഴലുകളുടെ മാത്രമല്ല എല്ലാ മസിലുകളുടെയും കൺട്രാക്ഷനും ഇത് ചെയ്യുന്നത് കാൽസ്യമാണ്. അതുപോലെ മാഗ്നീഷ്യം ഈക്വലി ഒന്ന് ഓപ്പോസിങ്, രണ്ടിനും ഓൾമോസ്റ്റ് ഒരുതരം ഓപ്പോസിങ് എന്നും ബാലൻസിങ് ഇഫക്റ്റ് എന്നൊക്കെ അതിനെ പറയാം. ഈ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ഈ ഡാഷ് ഡയറ്റിൽ ഫൈനലി ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ മലയാളിക്ക് പറ്റിയതും സായിപ്പിന് പറ്റിയതും മെഡിറ്ററേനിയൻ ഏരിയയിലുള്ളവർക്ക് പറ്റിയതും ആഫ്രിക്കൻസിന് പറ്റിയതും എല്ലാം വരുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസം വരും, പക്ഷെ ഫൈനലി ഈ കാര്യങ്ങൾ ശരിയാവണം. അപ്പോൾ അതിന് പറ്റിയ ഒരു ഡയറ്റിനാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. അതാണ് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അത് ബേസിക്കലി വെരി ഇഫക്റ്റീവ്, പക്ഷെ അത് ചെയ്യാൻ പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു അത് മനസ്സിലാക്കിയെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഡിഫിക്കൽറ്റി വരുന്നത്.
ഇറ്റ്സ് വെരി ഇഫക്റ്റീവ്. കാരണം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഡയറ്റ് അപ്രോച്ച് ആണല്ലോ ചെയ്യുന്നത്. നമ്മൾ ആ ഡയറ്റിൽ ഈ ഐഡിയലി ഈ ഡാഷ് ഡയറ്റ് പറയുന്ന ഒരു ഡയറ്റാണ് ഹൈപ്പർ ടെൻഷൻ പേഷ്യൻസിന് കൊടുക്കാതെ നോക്കുന്നത്. ദിസ് ഇസ് വെരി ഇഫക്റ്റീവ്. ഒൺലി തിങ് പേഷ്യൻസ് അതിപ്പം നമ്മൾ തന്നെ കണ്ടെത്തി ചെയ്യാനൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് അത് ആ ഒരു ഫോർമുലയിൽ നമ്മൾ ആ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ കൊടുക്കാൻ തന്നെ നോക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലാക്കി ചെയ്യുന്ന പേഷ്യൻറ്റ് 100% എഫക്റ്റീവാണ്. ഒരു വിതിൻ എ മന്ത് മിക്കവാറും പിന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യും, പ്രഷറിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവർ ശരിക്കും നോക്കാത്തതുകൊണ്ടുള്ളതല്ല, അവരെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടെന്നുള്ളേ ഉള്ളൂ. ഒരു റീസണബിൾ ഇൻ്റലിജൻസും റീസണബിൾ ഇൻട്രസ്റ്റും, ഏറ്റവും പ്രധാനം ഇൻ്റലിജൻസ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനോ ഇൻ്റലിജൻസോ ഒന്നും. ഇൻ്റലിജൻസ് റീസണബിളി വേണം. പിന്നെ ഒത്തിരി പ്രായമായവർക്കൊക്കെ ഈ ബ്രെയിനൊക്കെ പല സ്മോൾ അറ്റാക്ക് ഒക്കെ വന്ന് മെമ്മറിയിൽ നിന്നൊക്കെ പോയവർക്ക് അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. അല്ലെങ്കിൽ വെരി ഈസി ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ്, പേഷ്യൻ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെങ്കിൽ ഈസി ആയിട്ട് വിതിൻ എ മന്ത് എത്ര മരുന്ന് പ്രഷറിനുണ്ടെങ്കിലും കുറച്ചുകൊണ്ട് വന്നിരിക്കാം. പിന്നെ ആകെയുള്ള എക്സംഷൻ ഈ ചെറിയ കുറച്ച് ഈ റീനൽ ഫെയിലിയറുകാരും അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ഓവർ വെയിറ്റ് അവർ കുറയ്ക്കുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫ്യൂ സിറ്റുവേഷൻസേ ഉള്ളൂ. ശരിക്കും ഈ ബി.പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് നമ്മളുടെ ഈ ഇമ്മ്യൂണിറ്റിയെ നമ്മൾ ബാധിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ബി.പി ഉള്ളവർക്ക് വേറെ അസുഖങ്ങൾ കയറിപ്പിടിക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ബി.പി ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ കൊറോണയുടെ സമയം, നമ്മളെല്ലാത്തിനും കൊറോണയാണല്ലോ എക്സാമ്പിളായിട്ട് എടുക്കുക. അതാണല്ലോ ഏറ്റവും സ്റ്റഡീഡ് ആയിട്ടുള്ളത്. മോഡേൺ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വൈഡ് സ്പ്രെഡ് ആയിട്ട് വന്ന ഡിസീസ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് വന്നിരിക്കുന്നത് കൊറോണ ഓറിയൻറ്റഡ് ആയിട്ടാണ്. കൊറോണ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ കൊറോണ വന്നവർക്ക് ഏറ്റവും വലിയ ഡെത്ത് വരാൻ കാരണം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ലോട്ടിംഗ് മെക്കാനിസത്തിൽ വരുന്ന വേരിയേഷൻ ആയിരുന്നു. അപ്പോൾ ഈ പ്രഷർ ഉള്ളവർക്ക് അത് മറ്റേ കോവിഡ് വരികയോ അല്ലെങ്കിൽ അതിന് ശേഷമോ കോവിഡിൻ്റെ സമയത്തോ അതിന് ശേഷമോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുപോലെ പൾമണറി ഹാർട്ട് അറ്റാക്ക് മാത്രമായിരുന്നില്ല, പല ഓട്ടോപ്സി നമ്മൾ മരിച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള പരിശോധനകൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും കണ്ടിട്ടുള്ളത് ഈ ലങ്സിനകത്ത് രക്തക്കൊഴലുകളിലെല്ലാം ബ്ലഡ് കട്ടയാകുന്നു. അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ അതുപോലെ അവർക്ക് സ്ട്രോക്ക് വരാനുള്ള ഈവൻ ആഫ്റ്റർ വാക്സിൻ കഴിഞ്ഞിട്ടും ഒക്കെ ഒത്തിരി പേർക്ക് ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നതുകൊണ്ടാണല്ലോ പ്രഷർ വരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം. രക്തക്കൊഴലുകൾക്ക് വികസിക്കാനുള്ള കഴിവ് കുറയുന്നു. അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ കൊഴുപ്പടിഞ്ഞ് ആത്രോസ്ക്ലിറോസിസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രഷർ ഉള്ളവർക്ക് നമ്മൾ ഏറ്റവും പേടിക്കുന്നത് എന്താ? ഒന്നെങ്കിൽ സ്ട്രോക്ക് വരുമോ അല്ലെ ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നോ. അതെന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഈ രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് വന്ന് കൂടി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രഷർ കൂടി വരുന്നത്. കാരണം അതിനകത്തൂടെ രക്തത്തിന് ഒഴുകാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ നമ്മളുടെ ബോഡി കൂടുതൽ പ്രഷർ ഉണ്ടാക്കി പ്രഷർ കൂട്ടി വേണ്ടിടത്തേക്ക് ബ്ലഡ് കൊടുക്കാൻ നോക്കും. ഇപ്പം ബ്രെയിനിൽ ഇപ്പം കഴുത്തിലെ ഈ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി അല്ലെങ്കിൽ വെർട്ടിബ്രൽ ആർട്ടറി അവിടെയൊക്കെ കൊഴുപ്പടിഞ്ഞിരിക്കുകയാണെങ്കിൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും. അപ്പോൾ ഹാർട്ട് കൂടുതൽ പമ്പ് ചെയ്ത് ചെയ്യാൻ നോക്കും. ഈവൻ കാലിലെ രക്തക്കൊഴലുകൾക്ക് അടവ് വന്നിരിക്കുക, അപ്പോൾ കൂടുതൽ പമ്പ് ചെയ്ത് കാലിന് വിരലിനൊക്കെ കിട്ടണ്ടേ. കാരണം രക്തം എവിടെയെങ്കിലും കിട്ടാതെ വന്നാൽ അവിടുത്തെ സെൽസ് അതിൻ്റെ മെസ്സേജസ് വിടും. അപ്പോൾ എനിക്ക് ബ്ലഡ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവർ മെസ്സേജസ് ഉണ്ട്, കെമിക്കൽ മെക്കാനിസംസ് ഉണ്ട്, നെർവ്സ് വഴി പോകും. അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിൽ ഈ മെസ്സേജ് ബ്രെയിനിലേക്ക് എത്തും. അപ്പോൾ അവിടെ നിന്ന് പ്രഷർ കൂട്ടാനുള്ള മെസ്സേജ് കൊടുക്കും. ഈവൻ നമ്മളുടെ ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന കിഡ്നിയാണ്. അപ്പോൾ കിഡ്നി രോഗമുള്ളവർക്ക് അതുകൊണ്ടാണ് പ്രഷർ വരാൻ കാരണം. പിന്നെ ഈ ഹാർട്ടിൽ ഇപ്പം നമ്മൾ പോയി ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് നോക്കുന്ന ഹാർട്ടിൻ്റെ മാത്രമാണല്ലോ. നമ്മുടെ കിഡ്നിയുടെ രക്തക്കൊഴലുകൾക്കും ബ്ലോക്ക് ഉണ്ടാവും. അപ്പം അവിടെയും ഈ ബ്ലോക്ക് വന്നു കഴിയുമ്പം ഈ കിഡ്നിയിലേക്കുള്ള രക്തഓട്ടം കുറയും, അതും BP കൂടാൻ കാരണമാകും. അപ്പം ഈ ആത്രോസ്ക്ലിറോസിസ് വന്ന് രക്തക്കൊഴലിൽ
കൊഴുപ്പടിഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ട്രോക്ക് ഇങ്ങനെ അതിനകത്ത് രക്തം കട്ട പിടിക്കാനുള്ള ഒരു ചാൻസ് കൂട്ടും. എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ പ്രശ്നങ്ങളോ അല്ലെ ഈ ഒത്തിരി അങ്ങ് കൊഴുപ്പടിഞ്ഞടിഞ്ഞടിഞ്ഞ് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വിള്ളൽ വരും. എന്നിട്ട് ഈ കൊഴുപ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അല്ലെ ആ കൊഴുപ്പിനകത്തിരിക്കുന്ന കെമിക്കൽസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം നമ്മളുടെ ബോഡി അതിനൊരു കുഴപ്പമായിട്ട് കണ്ടിട്ട് അവിടെ ഈ എന്ത് വന്നാലും അതിനെ സീൽ ചെയ്ത് കളയണമല്ലോ. അതിനുള്ളതാണ് നമ്മുടെ ക്ലോട്ടിംഗ് മെക്കാനിസം. അപ്പോൾ അവിടെ പോയി നമ്മളുടെ ഈ പ്ലേറ്റ്ലെറ്റ്സും ഈ ഫൈബ്രിനും അങ്ങനെ ഒരു ക്ലോട്ട് ഉണ്ടാകാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഓൾറെഡി അടഞ്ഞിരിക്കുന്ന രക്തക്കുഴലാണ്. അവിടെ നിന്ന് ഈ ആ കൊഴുപ്പ് ഒന്ന് പുറത്തേക്ക് വരാൻ രക്തക്കുഴലിനകത്തേക്ക് തന്നെയാണ് വരുന്നത്. വരുമ്പോൾ അവിടെ പോയി രക്തം കട്ട പിടിക്കും. അപ്പോൾ അവിടെ ബ്ലോക്ക് ആകും. അങ്ങനെയാണ് നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതും. ബ്രെയിനിൽ വരുന്ന 2 തരം സ്ട്രോക്ക് ഉണ്ട്. ഒന്ന് ഹെമറാജിക് സ്ട്രോക്ക് വരും, അത് പ്രഷർ കൂടിയിട്ട് രക്തക്കൊഴൽ പൊട്ടുന്നതാണ്. പിന്നെ ഉള്ളത് രക്തക്കൊഴൽ അടഞ്ഞു പോകുന്നതാണ്. അപ്പം അവിടുത്തെ ഈ പ്ലാക്ക് എന്തെങ്കിലും, അതായത് ഈ കൊഴുപ്പ് അടഞ്ഞിരിക്കുന്നു പുറത്തേക്ക് വന്ന് അവിടെ ക്ലോട്ട് വന്നിട്ട് അത് ക്ലോട്ട് കൊണ്ടുവരുന്ന സ്ട്രോക്ക്. ഈ 2 തരത്തിലും സ്ട്രോക്ക് വരാം. ഹാർട്ടിൽ ഇപ്പോഴും തന്നെ വരുന്നത് മറ്റേ ബ്ലോക്ക് വന്നിട്ട് തന്നെയാണ് ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഹാർട്ടിനാണേലും ബ്രെയിനിനാണേലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ കൊഴുപ്പടിഞ്ഞത് കൊണ്ടും ഈ കൊഴുപ്പ് പുറത്തേക്ക് വന്ന് ക്ലോട്ട് വന്നതുകൊണ്ടും ഒക്കെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ബേസിക്കലി ഈ പ്രഷർ കൂടാൻ തന്നെ കാരണം ഈ കൊഴുപ്പടിഞ്ഞിരിക്കുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കിയാൽ നമുക്ക് ട്രീറ്റ്മെന്റ് സിമ്പിൾ ആവും എന്നുള്ളതാണ്. ഇപ്പം ഈ ചിലപ്പം കേട്ടിട്ടുണ്ട് പിള്ളേർക്ക് പോലും ഈ BP-യുടെ പ്രശ്നം കാണാറുണ്ട്, ഹൈ BP-യുടെ പ്രശ്നം കാണാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? സാധാരണ ഒരു ധാരണ എന്ന് പറയുന്നത് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഒക്കെയാണ് ഈ പ്രഷർ നാച്ചുറലായിട്ട് ഒരു ബോഡിയിൽ കൂടി വരുന്നത്, അത്രയും കാര്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത് വരുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? അപ്പം ഒന്ന് നമ്മളുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം തന്നെയാണ് ഇതിന് കാരണം. ഒന്ന്, നമുക്ക് എക്സസൈസ് ഇല്ല. പിന്നെ ഓവർ ഫാറ്റ് ബോഡിയിൽ അടിഞ്ഞു കൂടുന്നു, മസിലും ബോണും കുറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇതെല്ലാം ഒരു ഹോർമോണും നെർവ്സുമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതെല്ലാം നോക്കുന്നത് നമ്മളുടെ ഫുഡിനകത്തെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം ഇതിൻ്റെയൊക്കെ പ്രപ്പോർഷൻ തെറ്റുന്നു. അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പം നമ്മളുടെ ബോഡിയിൽ നിന്ന് കുറച്ച്, നമ്മുടെ മസിലിൽ നിന്നും ബോഡിയിൽ നിന്നും ഒക്കെ കുറച്ച് കെമിക്കൽസ് അല്ലെങ്കിൽ ഹോർമോൺസ് പുറത്തു വരുന്നു. ഇവരെല്ലാം കൂടെ കൂടിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴെന്താ പറ്റിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പോലും ആത്രോസ്ക്ലെറോസിസ്. ഇപ്പം പണ്ടൊക്കെയാണ് നമ്മളൊരു 10-24 വയസ്സൊക്കെ ഉള്ളവർ നോക്കുമ്പോൾ ഒരിക്കലും കൊളസ്ട്രോൾ ഒന്നും വളരെ റെയറായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കൊച്ചു പിള്ളേർക്ക് പോലും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ വെരി ഹൈ ആണ്. അപ്പോൾ അതുപോലെ പല ഹോർമോൺ മെക്കാനിസംസും തെറ്റുന്നു. അപ്പോൾ പിള്ളേർക്കും പ്രഷർ വരുന്നു. അപ്പോൾ ഇപ്പം അത് ആക്സിലറേറ്റഡ് ഏജിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ പല പിള്ളേരെ നമ്മൾ വെയിറ്റ് നോക്കി നമ്മളുടെ ആ ഒരു ബോഡി കോമ്പോസിഷൻ അനുസരിച്ച് ഒരു കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട്. അതിൽ നമുക്ക് നമ്മുടെ ബോഡി ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. ബോഡി ഏജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ 15 വയസ്സുള്ള കൊച്ചിൻ്റെ ബോഡി ഏജ് ചിലപ്പോൾ 35 വയസ്സ് 40 വയസ്സും ആയിരിക്കും. അപ്പോൾ അവർക്ക് 40 വയസ്സിൽ വരാവുന്ന BP-യും കൊളസ്ട്രോളും ഈവൻ ഡയബറ്റീസും എല്ലാം ഉണ്ടാവും. അപ്പം അത് ആക്സിലറേറ്റഡ് ഏജിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഏജിങ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇതിൻ്റെ തെറ്റുകൊണ്ട് ആക്സിലറേറ്റഡ് ഏജിങ് ആയിപ്പോയി പ്രിമച്വർ ഏജിങ്. ആക്സിലറേറ്റഡ് ഏജിങ്, പ്രിമച്വർ ഏജിങ്, അതായത് ശരിക്കും പറഞ്ഞാൽ അകാല വാർദ്ധക്യത്തിലേക്ക് പോവുക. നമ്മുടെ പോപ്പുലേഷൻ തന്നെ അങ്ങനെയാണ്. ഞാൻ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണല്ലോ എൻ്റെ ഇത് വരുന്നത്. അപ്പം നമ്മൾ പേഷ്യൻ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അറിയണമല്ലോ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്ന്. കാരണം ഇതെല്ലാം നമ്മളൊരു മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോഡേൺ സയൻറ്റിഫിക് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആകണം. എവിഡൻസ് ബേസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റുകളൊക്കെ നോക്കി അതിന് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളത്. പിന്നെ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ ഒരു മോട്ടിവേഷനും ഉണ്ടാവുള്ളൂ പേഷ്യൻസിന്. ഇപ്പം നമ്മളുടെ കൊളസ്ട്രോൾ കൂടി നിൽക്കുക, ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുക, നമ്മളിതൊക്കെ നോക്കുമ്പോൾ ഇത് കുറഞ്ഞു വരുന്നു.
അല്ലെ ബി.പി കൂടി നിൽക്കുക. അപ്പം ബി.പി നമ്മൾ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലല്ലേ അതിലൊരു മോട്ടിവേഷൻ ഉള്ളൂ. പിന്നെ ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ബി.പിക്ക് ഇപ്പം 3, 4 മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ബി.പി കുറഞ്ഞു വരുന്നതനുസരിച്ച് ആദ്യം ഒരു മരുന്ന് പകുതിയാക്കും. എന്നിട്ട് അത് ശരിക്കും ബി.പിയുടെ മരുന്ന് നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞതുപോലെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഫാസ്റ്റ് റിസൾട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണം വരും, തലകറക്കം വരും. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് മിനിമം 4 ടൈംസ് ബി.പി നോക്കണമെന്നാണ്. വീട്ടിൽ ബി.പി അപ്പാരറ്റസ് മേടിച്ചു വെച്ച് ബി.പി നോക്കി ഡെയിലി എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ബി.പി കുറയുന്നതനുസരിച്ച് ബി.പിയുടെ മരുന്ന് ഡയറക്ഷൻസ് കൊടുത്ത് കുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പേഷ്യൻ്റ് തന്നെ കോൺഫിഡൻ്റ് ആവും അത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എല്ലാ ടെസ്റ്റുകളും നോക്കി, ഈവൻ നമ്മുടെ ബോഡി കോമ്പോസിഷൻ നോക്കി, ബോഡിയിൽ ഇപ്പോഴത്തെ ഏജ് എന്താണെന്നും കൂടെ നോക്കുന്നത്. മിക്കവാറും പേരും 10, 15, 20 ഇയേഴ്സ് ആക്സിലറേറ്റഡ് ഏജിങ് അല്ലെങ്കിൽ അകാല വാർദ്ധക്യം വന്നവരാ. പിള്ളേരാണെങ്കിൽ ഇപ്പോൾ 40 വയസ്സുള്ളവർക്ക് 65, 70 ഒക്കെ ആയിരിക്കും. അപ്പോൾ 40 വയസ്സുള്ള ഒരാൾക്ക് ബോഡി ഏജ് 70 ആണെങ്കിൽ അവർക്ക് 70 വയസ്സിലുള്ള രോഗങ്ങൾ വരാം. 70 വയസ്സിൻ്റെ ആരോഗ്യമുള്ളെന്നുള്ളതാണ്. പക്ഷെ അതേ സമയത്ത് അത് നമുക്ക് തിരിച്ചതുപോലെ കൊണ്ടുവരാനും പറ്റും. ചിലർ ഒരു മാസം കൊണ്ട് തന്നെ 6, 7 ഇയേഴ്സാണ് കുറഞ്ഞു വരുന്നത്. അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും. എത്ര ഓവർ വെയിറ്റ് ആയിരുന്നു. ആ ഏജ് കുറഞ്ഞു. നമ്മൾ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ കാൽക്കുലേഷനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ച് മാത്രമല്ല, അവർക്കത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ 70 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ പോലും അയാൾക്ക് ഈവൻ ചിലപ്പോൾ 70 വയസ്സാണ് കാണിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ, ഒരു 75 വയസ്സാണെങ്കിൽ അയാളുടെ ഏജ് നമുക്ക് തിരിച്ച് 65ലേക്ക് വന്ന് റിയൽ ഏജിനേക്കാളും 5, 10 ഏജ് വരെ പുറകിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ശരിക്കും അതാണ്, നമുക്കൊരു 70 വയസ്സുണ്ട്, നമ്മളുടെ ബോഡി ഏജ് 60 ആക്കി നിർത്താൻ പറ്റണം. അപ്പോൾ അല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാൾക്ക് ബോഡി ഏജ് 55 ആക്കി നിർത്താൻ പറ്റിയാൽ അതാണ് റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോഡി ഏജിൽ, അല്ലാതെ നമ്മൾ അപ്പിയറൻസിൽ യങ്ങായിട്ട് ഇരുന്നിട്ട് മാത്രം ഒരു കാര്യമില്ല. ഒരാൾക്ക് ഡൈ ചെയ്ത് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഏജ് പറയാൻ പറ്റില്ല എന്നിരിക്കും. 60 വയസ്സുള്ള ഇപ്പോൾ ലേഡീസൊക്കെ കാണാം, 60 വയസ്സും 65 വയസ്സും ഒക്കെ ഉള്ളൊരു വളരെ യങ്ങായിട്ട് മുടിയൊക്കെ കറുപ്പിച്ച് നടക്കുന്ന വളരെ യങ്ങായിട്ടിരിക്കും. പക്ഷെ അതിനൊപ്പം തന്നെ അവരുടെ ബോഡി കമ്പോസിഷനോട് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. ശരിക്കും നമ്മളുടെ ബോഡി ഏജിനാണ് ഇമ്പോർട്ടൻസ്, നോട്ട് ദ അപ്പിയറൻസ്. ആൻറ്റി ഏജിങ്ങിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ഏജ് കുറവെന്നുള്ളതല്ല. കാണുമ്പോൾ നമുക്കറിയാം 50 വയസ്സ് കഴിഞ്ഞവരുടെ എല്ലാം തല നരച്ചിട്ടുണ്ടാവും. അപ്പോൾ നരച്ചിട്ടില്ലെങ്കിൽ അവർ ഡൈ ചെയ്താണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലാതെ 60, 70 വയസ്സ് കഴിഞ്ഞവരുടെ ഒക്കെ റെയറായിട്ട് വല്ല ജെനറ്റിക്കലി അങ്ങനെ പ്രോണുള്ളവരേ ആണുള്ളൂ. ബാക്കിയുള്ളവരുടെ ഒക്കെ നരച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും നമ്മളുടെ എനർജി ലെവലിലും ഒക്കെ നമുക്ക് ആ യങ്നെസ് തോന്നണം. എല്ലാം ചെയ്യാനും ഒക്കെ ഫ്ലെക്സിബിലിറ്റി, ബോഡിയുടെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ബി.പി നോർമലായിട്ടിരിക്കണം, ജോയിൻസ് ഒക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ബ്ലഡ് പാരാമീറ്റേഴ്സ് ഒക്കെ നോർമലായിരിക്കണം, പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാതിരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പം ഈ കേൾക്കുന്നത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉണ്ടെങ്കിൽ അത് കാരണം ബി.പി ഉണ്ടാവും എന്നൊക്കെയാണ്. അത് എത്രമാത്രം ശരിയാണ്? ഈ ഇൻസുലിനും ബി.പി ആയിട്ട് എന്താണ് കണക്ഷൻ? പല നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് നമുക്കിപ്പോഴത്തെ ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ എല്ലാവരും പറയുമല്ലോ പ്രായമൊക്കെ ഇച്ചിരിയായി കഴിയുമ്പോൾ. എനിക്കെല്ലാം ഉണ്ട്, കുറേശ്ശെ ഡയബറ്റീസും കൊളസ്ട്രോളും പ്രഷറും. പല ഒരു 10-20 കൊല്ലമൊക്കെ മുമ്പ് അതൊരു ക്രെഡിറ്റ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ ഇതൊക്കെ ഉണ്ട്, അതൊരു കാശുകാരുടെ രോഗമായിട്ടാണല്ലോ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ കാണുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി അതിനൊരു വ്യത്യാസം വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ ഇച്ചിരി കൊളസ്ട്രോളോ പ്രഷറോ ഡയബറ്റീസോ ഉണ്ടെന്ന് പറയുന്നൊന്നും ഒരു മോശമായിട്ട് ആരും എടുക്കുന്നില്ല. അതൊക്കെ പലരും ഇച്ചിരി ഒരു ഗമയായിട്ടുള്ള കാര്യമായിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളിൽ ഇത് ചെയ്യുന്നത്. അതൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് പോലെയാണ്. ബേസിക്കലി ഇത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ ചിലർക്ക് പലപ്പോഴും ഡയബറ്റീസിന് വരുന്നതിൻ്റെ മുമ്പേ ചിലപ്പോൾ പ്രഷർ തുടങ്ങിയിട്ടുണ്ടാവും.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസിൽ ആദ്യം ഇൻസുലിൻ ആണ് കൂടുന്നത്. യൂഷ്വലി ഇൻസുലിൻ കൂടുമ്പം ഇൻസുലിൻ ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻസുലിൻ നമുക്ക് കാരണം ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ്റെ കുറവല്ല. എന്നോട് പല പേഷ്യൻസ് ഇന്നും ഒരു രണ്ടോ മൂന്നോ പേര് ചോദിച്ചു, ഡോക്ടറെ ഈ ഡയബറ്റീസിൽ ഞാൻ ഈ മരുന്നൊക്കെ നിർത്തിയാൽ എങ്ങനെയാണ്, കാരണം ഇൻസുലിൻ്റെ കുറവ് കൊണ്ടല്ലേ, അതിനല്ലേ ഈ മരുന്ന് എടുക്കുന്നത്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന്. ടൈപ്പ് 2 ഡയബറ്റീസിനെ മനസ്സിലാക്കുക, ഇൻസുലിൻ്റെ കുറവല്ല, ഇൻസുലിൻ കൂടുതലാണ്. ശരിക്കും നമ്മുടെ ഒരു 100 140 ഒക്കെ ഷുഗർ നിൽക്കുന്ന ഒരാൾക്ക് അവിടെ ഇൻസുലിൻ നോക്കുവാണെങ്കിൽ ആ സമയത്ത് 4 5 ഒക്കെ മതിയാവും, ശരിക്കും ഇൻസുലിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം പക്ഷേ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് മിക്കവാറും ഇൻസുലിൻ 20 30, ഞാൻ ആക്ച്വലി 300-ന് മുകളിലുള്ളവരെ പോലും കണ്ടിട്ടുണ്ട്. അപ്പം ഇൻസുലിൻ കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. സോഡിയം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടാൻ കാരണമാകും. അപ്പോൾ അത് നമുക്ക് വാട്ടർ റിട്ടൻഷൻ, സോഡിയം കൂടുമ്പം വെള്ളം മേത്ത് കെട്ടും, അപ്പോൾ അത് പ്രഷർ കൂട്ടും. അങ്ങനെ അതൊരു ഒരു 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 മെക്കാനിസമായിട്ട് അതങ്ങനെ അങ്ങ് പോവുകയാണ് ഇതിനെ. അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻസിന് പ്രഷർ വരാൻ ഒരു കാരണം ഈ ഇൻസുലിൻ കൂടുന്നതാണ്. ഇനി ആദ്യം വന്നത് ഡയബറ്റിക് ആണെന്ന് കൂട്ടിക്കും. അപ്പം നമ്മൾ ഈ മരുന്നോ ഇൻസുലിനോ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർക്ക് പ്രഷറും കൂടെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഓൾറെഡി അവരുടെ ബോഡിയിൽ ഇൻസുലിൻ കൂടുതലല്ല, എന്നിട്ടും പ്രഷർ വന്നില്ല, പക്ഷെ വീണ്ടും മരുന്ന് കൊടുത്തു കഴിയുമ്പം മിക്കവാറും ഉള്ള മരുന്നുകളെല്ലാം നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ചെയ്താൽ നാച്ചുറലി വീണ്ടും ഇൻസുലിൻ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ ഇൻസുലിൻ തന്നെ പ്രഷർ വരുത്താൻ കാരണമാകും, പ്രഷർ കൂട്ടും. അങ്ങനെയാണ് ആദ്യം പ്രഷർ ഇല്ലാത്ത ആൾക്കും ഡയബറ്റിക് ആയി കുറച്ച് നാളായി മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോഴേക്കും പ്രഷർ കൂടാൻ ഇടയാകുന്നത്. അപ്പം ഇൻസുലിൻ ഡയറക്റ്റ്ലി നമ്മുടെ പ്രഷർ കൂട്ടും. അത് സോഡിയം എക്സ്ക്രീഷനെ അഫക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് സോഡിയം പുറത്തേക്ക് വിടുന്നത് പിടിച്ചു നിർത്തും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വേരിക്കോസ് വെയിൻസും ഈ ബി പി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെ ഈ വെയിൻസ് തടിക്കുന്നതും ബി പി ആയിട്ട്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ഹൈപ്പർ ടെൻഷൻ ആർട്ടറിയൽ ഹൈപ്പർ ടെൻഷൻ, അതായത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കൊഴലുകളുടെ ടെൻഷനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ വെരിക്കോസ് വെയിനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീനസ് പ്രഷറാണ് കൂടുന്നത്. അത് യൂഷ്വലി നമുക്കറിയാം കാലിലാണ്. കാരണം മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഡ്രെയിനേജ് എളുപ്പമാണല്ലോ, നേരെ ഹാർട്ടിലേക്ക് ഇങ്ങ് പോരും, കയറിപ്പോകേണ്ട കാര്യം വരുന്നില്ല. കാലിൽ നിന്നുള്ള കയറിപ്പോകാനുള്ള തടസ്സം വരുന്നത്. അതിനൊപ്പം തന്നെ വെരിക്കോസ് വെയിൻ കൂടി വരുമ്പോഴേക്കും ഈ രക്തക്കൊഴലുകൾ ഡാമേജ് ആയി അതിൻ്റെ വാൽവുകൾക്ക് ഡാമേജ് വരിക. അപ്പം അങ്ങോട്ട് പോയ സാധനം തിരിച്ച് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു വാൽവ് മുകളിലോട്ട് കയറിയാൽ പിന്നെ അതിന് തിരിച്ചു പോകാതിരിക്കാനുള്ളതാണ് വാൽവ് വരുന്നത്. ഈ വാൽവുകൾക്ക് ഡാമേജ് വരും. അതൊരു തരം ഓട്ടോഇമ്യൂൺ ഡിസീസ്. ഇപ്പം പണ്ടൊന്നും നമുക്കത് അറിയില്ലായിരുന്നു. ഇപ്പം ഈ വെരിക്കോസ് വെയിൻ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണെന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൽ നമ്മളുടെ രക്തക്കൊഴലുകളെ ഉണ്ടാക്കിയിരിക്കുന്ന കൊളാജൻ, പ്രത്യേകിച്ച് ആ വാൽവുകളെ ഒക്കെ കൊളാജൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മസിലല്ല. മസിലിനേക്കാളും മസിലുണ്ട് രക്തക്കൊഴലുകളുടെ. ഇപ്പം ആർട്ടറിക്കാണെങ്കിൽ കൂടുതലും മസിലാണ് മോർ ഉള്ളത്, അതേസമയത്ത് വെയിൻസിന് മസിൽ കുറവാണ്, അത് കൊളാജൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അതിനെ ഒരുതരം ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെ വരുമ്പോൾ ഈ വാൽവ് ഡാമേജ് വരും. അപ്പോഴേക്കും മുകളിലോട്ട് കയറിയ ബ്ലഡൊക്കെ താഴേക്ക് പോകും, അപ്പോൾ കയറാതെ പോകും. അതുകൊണ്ടാണ് നമ്മൾ കാല് പൊക്കി വെച്ച് കഴിയുമ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കറിയാം, കാല് കുറച്ച് നേരം ഒന്ന് നല്ല വേദനയും എല്ലാം വീർത്തിരിക്കും, പൊക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പം അത് നേരെ ഡ്രെയിൻ ചെയ്ത് പോകും, ആ വാൽവിൻ്റെ ഡാമേജിൻ്റെ വന്നിരിക്കുന്നതാണ്. അപ്പം അത് വീനസ് പ്രഷറാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വീനസ് പ്രഷറാണ് വെരിക്കോസ് വെയിനിൽ കൂടുന്നത്. മറ്റേ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടറിയൽ പ്രഷറാണ് കൂടുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഈ ബി പി പേഷ്യൻസിന് തലവേദന ഉണ്ടെങ്കിൽ അവർ ആ മരുന്ന് എന്തെങ്കിലും മുടങ്ങുകയാണെങ്കിൽ തലവേദന തിരിച്ചു വരുന്നു. അതെന്താ ഈ ബി പിയും തലവേദനയായിട്ടുള്ള കണക്ഷൻ? ബി പി ഉള്ള ഒരാൾ പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് എല്ലാ മരുന്നിനും ഒരു സമയമുണ്ട്, 8 മണിക്കൂർ 12 മണിക്കൂർ മാക്സിമം 24 മണിക്കൂർ. അതനുസരിച്ചാണ് വൺസ് ഡെയിലി 2 നേരം കഴിക്കാനും 3 നേരം കഴിക്കാനും 4 നേരം കഴിക്കാനും ഒക്കെ കൊടുക്കുമല്ലോ. അത് ആ കണക്കനുസരിച്ചാണ്.
അതിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് ഷൂട്ടപ്പ് ചെയ്യും. ചില മരുന്നുകൾ ചില മരുന്നിൻ്റെ ആ കുറവ് വന്നു കഴിയുമ്പോഴേക്കും ചിലപ്പം പ്രഷർ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യാം. ചിലതാണെങ്കിൽ പതുക്കെ പതുക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നവർ കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറയാൻ അതാണ് കാരണം. ഞാൻ ഈ ക്ലിനിക്കിൽ നമ്മൾ കഴിയുന്നത് ഞാൻ പറയുന്നത് ഡയറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു റീസൺ കൊണ്ടാണ്. പ്രഷറിന് നമുക്ക് പലപ്പോഴും നമുക്കറിയാമല്ലോ, എന്നും മരുന്ന് കഴിച്ചുകൊണ്ട് എന്നും കൃത്യമായിട്ട് എടുക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ പ്രഷർ കൂടുന്നത്. ആ സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ മരുന്നും കാണില്ല. അപ്പം അങ്ങനെ വരുമ്പം പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് ഈ എപ്പോഴും പ്രഷറിനെ കുറച്ചെന്ന് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിന് ഡാമേജ് വരാം. ബ്രെയിനിലെ രക്തക്കൊഴലുകൾക്ക് പൊട്ടൽ വന്ന് ഹെമറാജിക് ഷോക്ക് വരാം. പിന്നെ അതുകൂടാതെ പ്രഷർ വരാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലവേദനയുള്ള പ്രഷറും ഉള്ളവർക്ക് ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ബ്രെയിനകത്ത് ഉള്ള സർക്കുലേഷനിൽ പ്രഷർ കൂടും. അത് നമുക്കിങ്ങനെ കയ്യിൽ നോക്കിയാൽ അറിയാൻ പറ്റില്ല. അപ്പം അതും ഈ നാച്ചുറലി തലവേദനയുള്ള സമയത്ത് പ്രഷർ കൂടുതലുണ്ടാവും ജനറലി. കാരണം ബ്രെയിനിലെ ഒരു സർക്കുലേഷൻ മെക്കാനിസംസ് ഉണ്ട്. ബ്ലഡ് ഉണ്ട്, അതുപോലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പുറമേ കൂടെ ഉള്ളിൽ ഒക്കെ അതിങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ആണ്. ശരിക്കും നമ്മുടെ സ്പൈനൽ കോഡിലേക്കും തിരിച്ചും ബ്രെയിനിലേക്കും ശരിക്കും ബ്രെയിനിനകത്ത് തന്നെ 1-2 പൂളുകളുണ്ട്. ശരിക്കും ഇന്റേണൽ പൂള് പോലെയുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ എന്നൊക്കെ പറയും. നമുക്കുണ്ടല്ലോ പല ജലാശയങ്ങൾ നമ്മുടെ കൊച്ചിയിലെയൊക്കെ വെമ്പനാട് കായൽ പോലെ ഒക്കെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനകത്തുണ്ട്. അതുപോലെ ചുറ്റിയും ഫ്ലൂയിഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലെ ആ ഡ്രെയിനേജും ഒക്കെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെള്ളം കിട്ടുന്നത് പോലെ വരും. അപ്പോൾ പ്രഷർ കൂടുമായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ബ്രെയിനിലൊരു ഇൻഫ്ലമേഷൻ വരുമോ, ഈ തലവേദനയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമുക്ക് കൂടിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് നോക്കിയാൽ ഓഫ്താൽമോളജി ചെക്കപ്പ് വരുമ്പോൾ ഒരു കപ്പിങ് എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ഉള്ളിലേക്ക് റെറ്റിനൽ കപ്പിങ് എന്നൊക്കെ പറയും. അത് ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുന്നുണ്ടോ എന്ന് നോക്കുന്നത് അങ്ങനെയാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാഴ്ചശക്തി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തലവേദനയുള്ളപ്പോൾ എപ്പോഴും കണ്ണ് നോക്കണമെന്ന് പറയുന്നത്. ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ നമ്മളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നോക്കിയാൽ ആക്ച്വലി ഈ ഇൻട്രാക്രൈനിയൽ പ്രഷറിന് വരുന്ന പേഷ്യൻസിനും ഈ ഹൈപ്പർ ടെൻഷനും ഒക്കെ ഏകദേശം ഒരേ മെക്കാനിസംസ് ആണ് ഒരു പരിധി വരെ വരുന്നത്. ഈ ഡയറ്റ് അപ്പോൾ ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷൻ വരുന്നത് ഒബേസ് പേഷ്യൻസിനാണ്. അപ്പം അതിൽ നമുക്ക് ചില മരുന്നുകളുണ്ട് ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട്. കാർബോണിക് എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. പക്ഷെ അവർക്കും വേണ്ടത് വെയിറ്റ് റിഡക്ഷനും ലൈഫ് സ്റ്റൈൽ കറക്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഈ ബ്രെയിനിനകത്തെ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് വരുന്ന തലവേദനയും കുറയും. പിന്നെ മറ്റേ ഹൈപ്പർ ടെൻഷൻ സാധാരണ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഐദർ ബ്രെയിനിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഓർ അത് തന്നെ പ്രഷർ ഒത്തിരി കൂടിയിട്ട് ബ്രെയിനിൽ എന്തെങ്കിലും ഹെമറേജ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും. ഹെമറാജിക് സ്ട്രോക്കിലേക്കൊക്കെ പോകുക, അല്ലെ ചെറിയ ചെറിയ ഹെമറേജ് വന്നു കഴിഞ്ഞാലും മതിയാവും. ബ്രെയിനിൽ ഭയങ്കര ബ്രെയിനിൽ പൊട്ടൽ, രക്തക്കൊഴലുകൾക്ക് പൊട്ടൽ വന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും. ശരിക്കും ഒരു അൺബെയറബിൾ ഹെഡേക്ക് ആയിരിക്കും ഈ ഇൻട്രാക്രൈനിയൽ. അത് എത്ര സ്ട്രോങ്, എത്ര വലിയ ബ്ലീഡിങ് ആണെന്നനുസരിച്ച് അതിൻ്റെ തലവേദനയുടെ ശക്തിയും കൂടുതലായിരിക്കും. ഈ പ്രഗ്നൻസിയോടുകൂടി ചിലർക്ക് ഇങ്ങനെ BP വരികയും ഹൈപ്പർ ടെൻഷൻ വരികയും പിന്നെ അത് തുടരുകയും ചെയ്യുന്ന ആയിട്ട് ചിലപ്പോൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? പലർക്കും അത് കഴിയുമ്പോൾ അത് മാറാറുണ്ട്. പ്രഗ്നൻസിയിലെ പ്രഷർ മോർ ഡേഞ്ചറസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ കൊച്ചിനെയും കൂടെ ബാധിക്കും. അതായത് പ്രഷർ ഒത്തിരി കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, PIH എന്ന് പറയും. അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നില വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷനിൽ ഏറ്റവും പേടിക്കുന്നത് എക്ലാംസിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകാം. അതായത് ബ്രെയിനിൽ നീർക്കെട്ട് വന്ന് സ്ട്രോക്കിൽ ബോധമില്ലാതെ കൺവൾഷൻ, ഇങ്ങനെ എപ്പിലെപ്സി പോലെ വരാൻ തുടങ്ങും. ബോധക്കേടും ഒക്കെ കൂടെ വരും. അതാണ് അതിൻ്റെ കൂടെ ഫിറ്റ്സ് വരുന്ന പോലെ വരും.
അതാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. അത് ഡെലിവറിക്ക് മുമ്പ് നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ പിന്നെ പ്രസവിപ്പിക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. ഒരു പ്രഗ്നന്റ് മദറിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ തലവേദനയിലേക്ക്, അത് തലവേദനയായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. പ്രഷറുള്ള ഒരാൾക്ക് തലവേദന, പക്ഷെ അതിനകത്ത് വേറെ കുറേ മെക്കാനിസംസും കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതിന് ആൽബുമിനൂറിയ വരും. അതിൻ്റെ അർത്ഥം കിഡ്നിയെ ബാധിക്കുന്നു എന്നാണ്. കിഡ്നിയെ ബാധിക്കും, ചിലപ്പോൾ അത് ലിവറിനെയും കൂടെ ബാധിക്കും. പിന്നെയാണ് രക്തക്കൊഴലുകളെ എല്ലാം കൂടെ ബാധിക്കും. അപ്പോൾ അത് ഈ പ്രഷർ കൂടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസൻ്റയിലേക്ക് വേണ്ട ബ്ലഡ് കിട്ടാതെ വരും. പ്ലാസൻ്റയ്ക്ക് വേണ്ട ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ പ്രഷർ കൂട്ടി കൊടുക്കാൻ നോക്കുക. പ്ലാസൻ്റൽ സർക്കുലേഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് എന്തായിരിക്കും? കൊച്ചിന് വയറ്റ് കൊടുക്കാതിരിക്കും. പ്ലാസൻ്റയിൽ നിന്ന് ആവശ്യത്തിന് ബ്ലഡ് കൊച്ചിനിലേക്ക് പോകാതെ വരും. അപ്പോൾ കൊച്ചിന് ന്യൂട്രീഷൻ കുറയും. അപ്പോൾ IUGR, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരും. അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പം ഇവൻ കൊച്ചു കിടക്കുന്ന ഫ്ലൂയിഡ് പോലും കുറഞ്ഞു പോകും. അത് ഒരു സൈഡ്. കൊച്ചിന് വരുന്ന പ്രശ്നങ്ങൾ അതാ. കൊച്ചിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടിയാൽ ആവശ്യത്തിന് പോഷണം കിട്ടിയില്ല. അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ ബോഡിയിൽ പ്രഷർ അങ്ങ് കൂടിക്കൊണ്ടിരിക്കും. അതിപ്പം ബ്രെയിനിനെ ഡാമേജ് ചെയ്യും, കിഡ്നിയെ ഡാമേജ് ചെയ്യും, ലിവറിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ എക്ലാംസിയയിലേക്ക് പോയി കൺവെൻഷൻസ് വന്ന് ഇവൻ അത്ര കെയർഫുൾ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അപ്പം അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം 22 അത് ഏത് മാസത്തെ അനുസരിച്ച് 28ാം മാസം ഒക്കെ നമ്മൾ സിസേറിയൻ ചെയ്തൊക്കെ കുഞ്ഞിനെ നേരത്തെ പ്രിമച്ചുറായിട്ട് എടുക്കേണ്ടി വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ബേസിക്കലി ഇതും പ്രിവെൻറ്റബിൾ ആണ്, പ്രൊവൈഡഡ് അവിടെയൊക്കെ ന്യൂട്രീഷനും ആണ് അതിനകത്ത്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒക്കെ തന്നെയാണ് ഒരു പരിധി വരെ വരുന്നത്. കാരണം ഞാൻ ബേസിക്കലി ഗൈനക്കോളജി ഇൻഫെർട്ടിലിറ്റി ആണ് എൻ്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് നമ്മൾ ഇത്തരം ഈ ജീവിതശൈലി ക്രമീകരണങ്ങളെല്ലാം ആദ്യം നമ്മൾ കൊടുത്തതെല്ലാം പ്രഗ്നൻറ്റ് പേഷ്യൻസിനും അല്ലെ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനും വേണ്ടിയാണ്. അപ്പം നമ്മൾ എപ്പോഴും പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഈ പ്രഷറുള്ള, ഇപ്പോൾ പലരും ഉണ്ട് ആദ്യത്തെ പ്രഗ്നൻസിയിൽ കുഞ്ഞ് നഷ്ടപ്പെട്ട് കാണും, പ്രഷർ വന്നു, നേരത്തെ സിസേറിയൻ ചെയ്തെടുത്തു, കൊച്ചു നിയോനേറ്റൽ ഡെത്ത് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് അന്നേരം പ്രഷർ ഉണ്ടാവില്ല, ചിലർക്ക് ഈ നോൺ പ്രഗ്നൻറ്റ് സ്റ്റേജിൽ തന്നെ പ്രഷറായിരിക്കും. അപ്പോൾ ആ പ്രഷർ നമ്മളെ ബോഡി എല്ലാം കറക്റ്റ് ചെയ്ത് പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് മാത്രമാണ് പ്രഗ്നൻസിലേക്ക് പോകുന്നത്. ഇനി ഇൻ കേസ് അവർ അന്നേരം പ്രഷർ ഇല്ലെങ്കിൽ അവർക്കൊരു 4 മാസം, യൂഷ്വലി ഒരു 4 മാസം, ഒരു 5ാം മാസം ആകുമ്പോഴേക്കായിരിക്കും പ്രഷർ തുടങ്ങുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ പ്രഷർ വരികയില്ല. ഒരു 4th മന്ത്, 5th മന്ത്, 7th മന്ത് ഒക്കെ എത്തുമ്പോഴേക്കും പ്രഷർ വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കാണേലും കറക്റ്റായിട്ട് ഡയറ്റ് എടുത്തിട്ടുണ്ട്, പ്രഷർ തുടങ്ങിയ പല പേഷ്യൻസും പ്രഷർ തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ന്യൂട്രീഷൻ, അതായത് സോഡിയം പൊട്ടാസ്യം ബാലൻസ് എല്ലാം വേണം. ഈ നമ്മുടെ ന്യൂട്രീഷൻസ് എല്ലാം 14 വൈറ്റമിൻസ് എല്ലാത്തിനും അതിൻ്റെതായ റോളുണ്ട്. ഒരെണ്ണം കൊണ്ട് മാത്രമല്ല. പക്ഷെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സോഡിയം പൊട്ടാസ്യം ബാലൻസും കാൽസ്യം മഗ്നീഷ്യം ബാലൻസും omega-3, 6 ബാലൻസുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രഷറിനെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നത്. ഈ ബാലൻസസ് എല്ലാം കറക്റ്റ് ചെയ്യുക എന്നുള്ളതും ബോഡിയിൽ എക്സസ് ഉള്ള കൊഴുപ്പുണ്ടെങ്കിൽ അത് കളയുക എന്നുള്ളതുമാണ് ഇതിനകത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കാര്യം. അപ്പോൾ അതിൻ്റെ കൂടെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഒപ്പം തന്നെ മാറും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ IUGR പേഷ്യൻസിനാണെങ്കിൽ IUGR ഉള്ള ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു പരിധി വരെ റിലീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാണാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, അവർക്ക് കിട്ടി. ഇപ്പം അങ്ങനെയും പേഷ്യൻസ് വരാറുണ്ട്. ആദ്യത്തേൽ പ്രഷർ ഉണ്ടായിരുന്നു, അത് കാരണം കൊച്ചിന് 1.5 കിലോയൊക്കെ ഉണ്ടായിരുന്നുള്ള വെയിറ്റ്. അപ്പം അത് കിട്ടുമെന്ന് തന്നെ സംശയിച്ചതാണ്. ഒരു 28ാം ആഴ്ചയോ 30ാം ആഴ്ചയൊക്കെ സിസേറിയൻ ചെയ്തെടുത്ത് കിട്ടിയ ഒരു IUGR ബേബി ആയിരിക്കും ആദ്യത്തേത്. പക്ഷെ അവർ കറക്റ്റായിട്ട് ബോഡി കറക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് കൺസീവ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി ടൈമിലും കൂടെ അതിൻ്റെ കറക്റ്റ് ന്യൂട്രീഷനും ഒക്കെ സപ്പോർട്ടോടെ എടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊച്ചിന് പ്രഷർ വരുന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത കൊച്ചിന് 3 3.5 kg ബർത്ത് വെയിറ്റ് വരുന്ന കുട്ടികളുണ്ട്, പേരൻസ് ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ അങ്ങനത്തേത് കാണാറുള്ളതുകൊണ്ട് ഞാൻ പറയാം. കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബേബിക്ക് ഐഡിയലി വേണ്ടത് ഒരു 3 to 3.5 kg ആണ് ഐഡിയൽ ഒരു വെയിറ്റ്, ഒരു ബർത്ത് വെയിറ്റ് കുഞ്ഞിന് വേണ്ടത്. അത് എത്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് കുറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം ദർ ഇസ് എ പ്രോബ്ലം, നമ്മുടെ ന്യൂട്രീഷനും ഇത് കറക്റ്റ് അല്ല എന്നുള്ളത്. പിന്നെ അതുപോലെ ഓവർ വെയിറ്റിലേക്ക് ബേബി പോവുകയാണെങ്കിൽ അത് മിക്കവാറും ഡയബറ്റീസും ജെസ്റ്റേഷൻ ഡയബറ്റീസും ഒക്കെ ബന്ധപ്പെട്ടായിരിക്കും. അതിൻ്റെയും കാരണം നമ്മളുടെ ഇതാണ്.
അപ്പം കുഞ്ഞുങ്ങൾ മുതൽ ആ ഒരു കറക്റ്റ് പ്രപ്പോർഷൻസ് ഉണ്ട്. അതിലേക്ക് താഴേക്ക് പോകുന്നതും കൊള്ളിയല്ല, കുഞ്ഞുങ്ങൾക്ക് ഒബേസിറ്റി വരുന്നതും കൊള്ളിയല്ല, അണ്ടർ വെയ്റ്റിലേക്ക് പോകുന്നതും കൊള്ളിയല്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സോഡിയത്തിന്റെ കാര്യം സാധാരണ ഈ ബി പി ഉള്ളവരെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നതല്ല. ഉപ്പിന്റെ കാര്യം, സോഡിയം കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ. പൊട്ടാഷ്യത്തിന്റെ കാര്യം ഇപ്പം പറഞ്ഞിരുന്നു. ഈ ഇപ്പം ഈ ലോ സോഡിയം പ്രോബ്ലം വളരെ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് ഈ സർജറി കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവെൻഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പലർക്കും ഇങ്ങനെ ഈ ലോ സോഡിയം സിറ്റുവേഷൻ പറയുന്നുണ്ട്. ഈ ലോ സോഡിയവും ഈ ബി പി ആയിട്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? യെസ്, ബേസിക്കലി ഈ സോഡിയം കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ എല്ലാവരും. പ്രഷർ വന്നാൽ പിന്നെ സോഡിയം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മരുന്നുകൾ, പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സോഡിയത്തിനെ പുറത്തേക്ക് കളയുക. സോഡിയം നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ ജനറ്റിക്കലി സോഡിയം പ്രിസർവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. കാരണം നേച്ചറിൽ നമുക്ക് സോഡിയം കിട്ടാനുള്ള ചാൻസ് കുറവായതുകൊണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് സോഡിയം പ്ലെൻറ്റിയാണ്. അതുകൊണ്ട് സോഡിയം ഒത്തിരി കൂടുതലാണ്. ഈ സോഡിയം പൊട്ടാസ്യം ഒരു ബാലൻസിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പൊട്ടാസ്യത്തിനെ റീറ്റെയിൻ ചെയ്യാൻ സോഡിയത്തിനെ പുറത്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ചോദ്യം ഇതാണ്, എന്തിനാ ഈ സോഡിയം എല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ ഈ പ്രഷർ മരുന്നെല്ലാം കഴിച്ചിട്ട് സോഡിയത്തിനെ പുറത്ത് കളയുക ചെയ്യുന്നത്, അതുപോലെ പൊട്ടാസ്യത്തിനെ റീറ്റെയിൻ ചെയ്യാൻ. അപ്പം നാച്ചുറലി നമ്മൾക്ക് എന്താ, നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമ്മൾ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുക. സോഡിയം മിതമായിട്ട് മാത്രം. ശരിക്കും ഹ്യൂമൻ ജനറ്റിക്സ് അനുസരിച്ച് നമുക്ക് 500 മില്ലിഗ്രാം സോഡിയം മതി. പക്ഷേ ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരു ലോങ് ടൈം ആയിട്ട് പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച ആൾക്ക് ഫൈനലി ഈ കിഡ്നിയുടെ സോഡിയം റിട്ടൈനിങ് പവർ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല പേഷ്യൻസും കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ബേസിക്കലി നമ്മൾ എല്ലാവരുടെയും എല്ലാവരും തന്നെ ഈ പ്രഷറും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ളവരാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഇലക്ട്രോലൈറ്റ് ബാലൻസും കൂടെ നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും കിഡ്നി ഫെയിലിയറും ഒക്കെ ഉണ്ടാവും. അപ്പം സോഡിയം പൊട്ടാസ്യം ഒക്കെ നമ്മൾ നോക്കും. അപ്പോൾ പലരുടെയും സോഡിയം ഒത്തിരി കുറവാണ്. സോഡിയം നമുക്ക് വേണ്ടതിലും ബ്ലഡ് ലെവൽ കുറവാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ മരുന്നുകൾ, വേഗം ബി പിയുടെ മരുന്നുകൾ നമ്മൾ വളരെ മെറ്റിക്കുലസ് ആയിട്ട് നോക്കി കുറച്ചുകൊണ്ട് വരുന്നതിൻ്റെയും കാരണം അതാണ്. ഈ ഓൾറെഡി അവരുടെ സോഡിയം ലെവൽ കുറവായിരിക്കും. അപ്പോൾ സോഡിയം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രഷറിനുള്ള സോഡിയം ക്ലോറൈഡ്, നമ്മളുടെ സാധാ ഉപ്പ് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പ്രഷർ കുറഞ്ഞ് പലരും തല ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ സോഡിയം കുറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ടാണ്. ഈവൻ മരണങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട്. സോഡിയം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകുന്ന പോലെ തന്നെ ഡേഞ്ചറസ് ആണ് സോഡിയം കുറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസും അതെ, ഈ പല രീതിയിലുള്ള മരുന്ന് കഴിക്കുമ്പം ഇൻസുലിൻ സോഡിയം റിട്ടൈൻ ചെയ്യാൻ നോക്കും. ഇൻസുലിനും ഡയബറ്റിക് മെഡിസിനുകളും ഒക്കെ പലതും സോഡിയം റിട്ടൈൻ, ഇൻസുലിൻ്റെ ലെവൽ കൂടുമ്പോൾ സോഡിയം റിട്ടൈൻ ചെയ്യാൻ നോക്കും. അതേസമയത്ത് നമ്മൾ പ്രഷറിന് കഴിക്കുന്ന മരുന്നുകളെല്ലാം സോഡിയം പുറത്ത് കളയാൻ നോക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോ സെല്ലും, പ്രത്യേകിച്ച് കിഡ്നിയാണല്ലോ ഇതിനെല്ലാം കിടന്ന് പണി ചെയ്യേണ്ടി വരുന്നത്. പുറത്തേക്ക് കളയുന്ന കിഡ്നിയുടെ നെഫ്രോൺസും ട്യൂബ്യൂൾസും ഒക്കെയാണ്. അപ്പം ഈ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല മരുന്നുകളും. പിന്നെ ഒരാൾക്ക് തന്നെ 3-4 മെക്കാനിസത്തിൽ വർക്ക് ചെയ്യുന്ന പ്രഷറിൻ്റെ മരുന്നും ഉണ്ടാകും. സോ ഇതെല്ലാം കൂടെ വന്ന് പലപ്പോഴും സോഡിയം ലെവൽ താഴ്ന്നു പോകും. ഞാൻ നോക്കിയ വേറൊരു എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ, ഇതൊന്നും നിങ്ങളിപ്പം ഒരു മെഡിക്കലിലോ അല്ലെങ്കിൽ നോക്കിയാൽ കാണുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്, സോഡിയം കുറഞ്ഞു പോയാലും പ്രഷർ കൂടും എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ സോഡിയം വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ തീരെ സോഡിയം കുറഞ്ഞിരിക്കുമ്പോഴും പ്രഷർ കൂടുതലായിരിക്കും. അങ്ങനെ പലപ്പോഴും അത് കഴിഞ്ഞിട്ട് ആ സോഡിയവും പൊട്ടാസ്യവും നോർമൽ എത്തിക്കഴിഞ്ഞ് മാത്രമേ അവരുടെ പ്രഷർ നോർമൽ ആവുകയുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത്, ഈവൻ സോഡിയം കുറഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം. അതാണ് ഇതിനകത്ത് ഒരു ഡിഫിക്കൽട്ടി വരുന്നത്.
അപ്പം ജസ്റ്റ് കുറേ ഉപ്പ് എടുത്ത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഷർ അതുപോലെ കൂടിപ്പോയിരിക്കും. സോ അത് നമ്മൾ മെറ്റിക്കുലസ്ലി നമ്മൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് അത് ഡയറക്റ്റ് അതിൻ്റെ ആ കൺട്രോൾ നോക്കിക്കൊണ്ട് ഒരു ഡെലിക്കേറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഒത്തിരി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം ബേസിക്കലി സോഡിയം കുറഞ്ഞു പോയാലും പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ടെന്നും കൂടെ എല്ലാവരും മനസ്സിലാക്കണം. സോഡിയം കുറഞ്ഞു പോയാൽ പ്രഷർ താന്ന് ആള് ബോധക്ഷയം വരാം, അതുപോലെ ക്ഷീണം വരാം, ബോധക്ഷയം വരാം, അതുപോലെ തന്നെ പ്രഷർ കൂടാനുള്ള പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. ഈ രണ്ട് കാര്യം, കാരണം ഇതൊക്കെ വളരെ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ബോഡിയിലെ എനർജിയില്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ സോഡിയത്തിൻ്റെ നമ്മുടെ ഉള്ളിലെ, അതായത് ഓരോ സെല്ലിനകത്തും പൊട്ടാസ്യം ഹൈയും സോഡിയം കുറവാണ്. അതേസമയത്ത് നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ സീറം, അതായത് എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ സോഡിയം കൂടുതലും പൊട്ടാസ്യം കുറവാണ്. അതിനെ അങ്ങനെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ലൈഫ് പോസിബിൾ ആകുന്നത്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മളുടെ എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ ഓൾമോസ്റ്റ് 60% യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ എനർജി നമ്മുടെ ബോഡിയിലെ ഒരു റെസ്റ്റിംഗ് മെറ്റബോളിസത്തിൽ 60% യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നെർവ്സിൻ്റെ എനർജി, നമ്മുടെ ഈ ഊർജ ഉപയോഗത്തിൻ്റെ 70% ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കാരണം ഈ നെർവ് കണ്ടക്ഷൻ നടക്കുന്നത് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസാണ് സോഡിയം, പൊട്ടാസ്യവും, ക്ലോറൈഡും ഏറ്റവും പ്രധാനം. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കാൽസ്യം, മഗ്നീഷ്യം. അപ്പം ഇവരെ എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഇതെല്ലാം എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ക്ലിയർ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോസിബിളാണ്. അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുകയില്ല. സോ ആ ക്ലാരിറ്റി ഓഫ് ഇത് വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് എല്ലാവർക്കും മെഡിസിൻ പഠിക്കില്ല, ക്ലാരിറ്റിയിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അറിയാം, ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിബിൾ ആക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ഈ ഹൈപ്പർ ടെൻഷൻ നേരത്തെ വരുന്നതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ഈ ലേഡീസൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളതായിട്ട് അറിയുന്നു. അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ എന്തെങ്കിലും ടെസ്റ്റിങ്ങിൻ്റെ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഹൈപ്പർ ടെൻഷൻ കാണും. അപ്പോൾ ഇങ്ങനെ ഈ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് ഏത് രീതിയിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഹൈപ്പർ ടെൻഷൻ ഒരു പ്രഗ്നൻസി, ഒരു യങ് ലേഡി ആണല്ലോ പ്രഗ്നൻ്റ് ആകാൻ നോക്കുന്നത്, അതെന്തായാലും ഒരു എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. അത് 100% മാറ്റാവുന്നതേ ഉള്ളൂ. അത് മാറ്റി അത് വെയിറ്റ് കുറയ്ക്കേണ്ടതോ, അപ്പോൾ മിക്കവാറും എക്സസ് ബോഡിയിൽ ഫാറ്റ് ഉണ്ടാകും, ഹോർമോൺസ് തെറ്റിയിരിക്കുന്നതുകൊണ്ടാണ്. ഒരു കാരണവശാലും ഇന്നത്തെ ഈ മോഡേൺ വേൾഡിൽ ഒരു കാരണവശാലും ഹൈപ്പർ ടെൻഷനോ ഒരു രോഗത്തോടു കൂടി പ്രഗ്നൻസി ആകാൻ ശ്രമിക്കരുത്. അത് നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷനോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനുള്ള ഒരു ലേഡി പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ. മരുന്ന് കഴിക്കുമ്പോൾ എന്താ, നമ്മൾ പ്ലാസൻ്റയ്ക്കുള്ള സർക്കുലേഷൻ തന്നെയാണ് കുറച്ച് കളയുന്നത്. നമ്മൾ പ്ലാസൻ്റയ്ക്ക് കൊച്ചിന് പോകേണ്ട ബ്ലഡ് ഉണ്ടല്ലോ, അത് തന്നെ കിട്ടാതെ വരുന്നത്. അപ്പം ആ കൊച്ചിന് എങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു വളർച്ച തന്നെ കിട്ടുക? അപ്പം ഒരു കാരണവശാലും നമ്മൾ പ്രഷറുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കാതിരിക്കുക. ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മരുന്നുകളൊക്കെ ഉണ്ട്, പ്രഷറിന് മരുന്നെടുത്തുകൊണ്ടൊക്കെ നമുക്ക് ആകാം. പക്ഷെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. മറ്റേണൽ കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഡെഫിനറ്റ്ലി മറ്റേണൽ കോംപ്ലിക്കേഷൻസ് വരാം. എക്ലാംസിയ, പ്രഷർ കൂടി സ്ട്രോക്കോ എക്ലാംസിയോ ഒക്കെ വരാം. അതൊരു സൈഡ് മദറിനുള്ളത്. അതുപോലെ കുഞ്ഞിന് പ്രിമച്ചുർ ഡെലിവറിയുടെ ആവശ്യം, IUGR, പ്രിമച്ചുർ ഡെലിവറി, ഇതെല്ലാം വരാം. നമ്മൾ എന്തിനാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്? നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്യാനൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസിക്ക് പോകരുത്. ജീവിതശൈലി ക്രമീകരിച്ച് നമ്മൾ പ്രോപ്പറായിട്ടൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ. ദർ ഇസ് നോ പ്രഷർ. നമുക്ക് വേറൊരാളെ കൂടെ കൊണ്ടുവന്ന് ഇവിടെ സഫർ ചെയ്യിപ്പിക്കേണ്ട. ലൈഫ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സഫറിങ് ഉണ്ട്, നമുക്കെല്ലാം അറിയാം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു മുഴുവൻ ഹാപ്പിനെസ്സും പ്ലഷറും ഒന്നുമല്ല.
1-ാം ക്ലാസ് മുതൽ പിള്ളേരെ നമ്മൾ 1-ാം ക്ലാസ്സിൽ LKG മുതൽ അവർക്കും പ്രഷറെല്ലാം കൊടുത്ത് അവരെ പഠിപ്പിച്ച് ആകെ പ്രശ്നങ്ങളാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മളുടെ ബ്രെയിൻ പ്രിമച്വർ ബേബിയാണ്, അല്ലെങ്കിൽ സോ മെനി ഇൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നമ്മൾ വേറൊരാളെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം പ്രോപ്പറായിട്ട് നമുക്കൊരു അസുഖമുണ്ടോ, അത് ജീവിതശൈലി രോഗമാണോ, ജീവിതശൈലി ക്രമീകരിക്കുക, അത് കറക്റ്റ് ചെയ്യുക. ഡയബറ്റിക് ആണെങ്കിൽ ഡയബറ്റീസ് മാറ്റാവുന്ന, ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ 100% മാറ്റാവുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ആണോ 100%, എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണോ 100% മാറ്റാവുന്നതാണ്. അത് മാറ്റി നമ്മൾ സേഫാണ്, നമ്മുടെ കൊച്ചും സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം പ്രഗ്നൻ്റ് ആകുക. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ ഓവർ പോപ്പുലേറ്റഡ് ആണ് നമ്മൾ. അതിൻ്റെ കൂടെ നമ്മളൊരു ഇൽ ഹെൽത്തും കൂടെ ഉള്ള ഒരു കൊച്ചും കൂടെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ മാത്രമല്ല പേരൻസിൻ്റെയും, അവർ പിന്നെയും സഫറിങ് ആണല്ലോ പിന്നെയും വരാൻ പോകുന്നത്. ഒരു കുഞ്ഞിന് അസുഖത്തോടു കൂടി ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ADHDയോ അല്ലെങ്കിൽ ഓട്ടിസോ ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്കും ബുദ്ധിമുട്ടാണ്, ആ കുഞ്ഞിന് തന്നെയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കണം. നമ്മളൊരു ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്രയൊരു റെസ്പോൺസിബിൾ ജോബാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ പലപ്പോഴും ഞാൻ ഇൻഫെർട്ടിലിറ്റിയാണ് മെയിൻലി പ്രാക്ടീസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മളുടെ ജനറേഷൻ അത്ര കാലസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും ഒന്നും പലർക്കും വില്ലിങ് അല്ല. അവർക്ക് ഒരു കൊച്ചുണ്ടായാലും പോലും ഒന്നും കൂടെ വേണമെന്നുണ്ടാവും, പക്ഷെ ഒരു കറക്ഷനും വില്ലിങ് അല്ല. അപ്പം അതുപോലെ തന്നെ അങ്ങനെ വന്നിട്ട് പലരും സഫർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് ഇപ്പം എൻ്റെ തന്നെ എക്സ്പീരിയൻസിലുണ്ട്, ഒന്നല്ല പലതുണ്ട്. അവർ വരുമ്പം ഇങ്ങനെ ഇതാണ് നിങ്ങളിതെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് ആവുള്ളൂ, അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് ഇത് ചെയ്താൽ മതിയായിരുന്നു, ഇപ്പം പ്രഗ്നൻ്റായി, അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് മെൻ്റലി റിട്ടാർഡഡ് ചൈൽഡും, അങ്ങനെ പല രീതിയിലുള്ള. അപ്പം ചിലരുണ്ട് ഈ ഹോംസ് ആക്കിയിരിക്കുന്ന. എന്നിട്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഒന്നും ചെയ്യാതെ അറിയാൻ മേലെങ്കിലും പറഞ്ഞും കൊടുത്തിട്ടുള്ളത് യുവർ റിസ്ക് ആണ്, ആകരുത്, എല്ലാം കറക്റ്റ് ചെയ്തിട്ടായാൽ മതി. അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒന്നും അറിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3-4 വർഷം ആകുമ്പോഴേക്കാണ് കൊച്ചിൻ്റെ ഹെൽത്ത് ഇഷ്യൂസും പിന്നെ മെൻ്റൽ റിട്ടാർഡേഷനും. അവർക്ക് ഇപ്പോൾ ഇന്നത്തെ അണുകുടുംബങ്ങളിലൊക്കെ ഒരു പ്രോബ്ലം ഉള്ള കൊച്ചിനെ മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ കെയർ ഹോംസ് പോലെയുള്ളവർക്ക് ആക്കേണ്ടി വരുന്നു. സോ അങ്ങനെയുള്ള ഇതിൽ നമ്മളൊരു ഡ്യൂ കെയർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, അത് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, നമ്മൾ പ്രഗ്നൻസിയും ഒരു റീപ്രൊഡക്ഷനും ഒഴിവാക്കുക എന്നുള്ളതെങ്കിലും നമ്മൾ ചെയ്യാൻ നോക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ BP ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഇറിറ്റേറ്റഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ് പൊതുവേ ഉള്ള ധാരണ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സോഡിയവും പൊട്ടാഷ്യവും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. സോഡിയം കുറഞ്ഞാലും അതേപോലെ തന്നെ നമ്മൾ മെൻ്റലി ഇൽ ഹെൽത്ത് ആവും, പൊട്ടാഷ്യം കുറഞ്ഞാലും ഈ മെൻ്റലി ഇൽ ഹെൽത്ത് ആവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ BP ഉള്ളവർ ഈ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവർക്ക് സോഡിയം കുറച്ചാലും ഈ പ്രോബ്ലംസ് വരും, പൊട്ടാഷ്യം കുറഞ്ഞാലും ഈ പ്രോബ്ലംസ് വരും എങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത്? BP ഉള്ളവരും സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ളവരും പ്രത്യേകിച്ചും, അത് രണ്ടും ഒരേ നമ്മൾ പറയല് ഓരോ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നൊക്കെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് അത് രണ്ടും 2 ആസ്പെക്റ്റ് ഓഫ് ഒരേ പ്രോബ്ലംസിൻ്റെ തന്നെയാണ് വരുന്നത്. അതെല്ലാം ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസുമായിട്ട്, കാൽസ്യം മാഗ്നീഷ്യം ബാലൻസുമായിട്ട് ഒക്കെ കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിലെ കാൽസ്യവും സോഡിയം പൊട്ടാസ്യം ഒക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഇറ്റ്സ് നത്തിങ്. നമ്മളുടെ എർത്തിൽ നിന്ന് ചെടികൾ ഭക്ഷണം ഉണ്ടാക്കും. അതൊന്നെങ്കിൽ ചെടികളുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ അത് തന്നെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ ആ ചെടിയെ തിന്ന ഫിഷിനെയോ മറ്റ് ജീവികളെ നമ്മൾ പിടിച്ച് തിന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടായേ പറ്റുള്ളൂ.
അത് മാത്രമാണ് നമ്മളുടെ ബോഡി. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈ സാധനങ്ങൾ, അതായത് ഒരു ചെടിയായിട്ട് അല്ലെങ്കിൽ പ്ലാന്റായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മളുടെ ബോഡിയുടെ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ആവണം. അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഇന്നിപ്പം നമുക്ക് പഴയ കാലത്ത് നമുക്കറിയില്ലായിരുന്നു എന്താണ്. ഇപ്പം ഹിപ്പോക്രറ്റ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കറക്റ്റ് പോഷകങ്ങൾ കൊടുക്കാൻ, അധികം കൂടുതലും കുറവുമില്ലാതെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ, അധികം കൂടുതലും കുറവില്ലാതെ ചെയ്യാൻ പറ്റിയാൽ അതാണ് ആരോഗ്യത്തിലേക്കുള്ള എളുപ്പവഴിയെന്ന് ഹിപ്പോക്രറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. മോഡേൺ മെഡിസിൻ്റെ പിതാവാണല്ലോ. സിമിലർ കാര്യങ്ങൾ തന്നെ നമ്മളുടെ സുശ്രുതയും ചരകയും ഒക്കെ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മെഡിസിൻ്റെയും ഇന്ത്യൻ സർജറിയുടെയും പിതാക്കന്മാരായിട്ട് കണക്കാക്കപ്പെടുന്ന ഋഷിമാരെന്നോ വോട്ടവർ, ചരക അവരൊക്കെ, സുശ്രുത അവരൊക്കെയാണല്ലോ, സുശ്രുത സംഹിത, ചരക സംഹിത ഒക്കെ. ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇപ്പം നമുക്കറിയാം, എല്ലാവരും പറയുന്ന ഫുഡ് ഈസ് മെഡിസിൻ, മെഡിസിൻ ഈസ് ഫുഡ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ പറയുകയല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഒരു പരിധി വരെ പറ്റിയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഭക്ഷണത്തിലും എന്തോരം ഉണ്ട്, എത്ര വൈറ്റമിൻ ഉണ്ട്, എത്ര മിനറൽ ഉണ്ട്, പിന്നെ അത് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കുറയും, ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കുറയും, ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇപ്പം നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ഓരോരുത്തർക്കും എത്ര ഭക്ഷണം, വൈറ്റമിൻ എ വേണം, ബി വേണം, B1 വേണം, B2 വേണം, B6 വേണം. ഒരു പരിധി വരെ ഇതെല്ലാം നമുക്കിപ്പോൾ അറിയാം. പിന്നെ ഇപ്പം നമുക്ക് വാച്ച് കിട്ടിയാൽ അറിയാം എത്ര കാലറി ബേൺ ഔട്ട് ചെയ്തു. നമ്മൾ ഒത്തിരി അഡ്വാൻസ് ചെയ്തു. ഈ അഡ്വാൻസ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ഹെൽത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുകയാണ്. പക്ഷെ അത് ഇടാൻ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കി എടുക്കാൻ. ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ എത്ര വർഷമാണ് സ്കൂളിൽ, 10 വർഷമല്ല 12 വർഷമാണ് സ്കൂൾ എഡ്യൂക്കേഷൻ. 2 വർഷം LKG UKG, 10 കൊല്ലം, പിന്നെ 2 കൊല്ലം വീണ്ടും ഒരു ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞിട്ട് കോളേജ്. സോ മെനി ഇയേഴ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷെ നമ്മളൊരു ഹെൽത്തിൻ്റെ എഡ്യൂക്കേഷന് ഇതിനകത്തൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. മോഡേൺ മെഡിസിനിലാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത് എങ്ങനെ സർജറി ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് സർജറി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മരുന്ന് ഉപയോഗിക്കേണ്ടതെന്നാണ്. മേ ബി അതർ സ്പെഷ്യാലിറ്റിയിലും മറ്റു രീതിയിലുണ്ടാകും. എനിക്ക് മോഡേൺ മെഡിസിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബേസ് മാത്രമാണ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പഠിക്കുന്നു. അത് കഴിഞ്ഞ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിന് മരുന്ന് കൊടുക്കാനുമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബോഡി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രഷറാണ് എന്നും പറഞ്ഞ് നമ്മൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് തരാനേ പറ്റുള്ളൂ. ഫുഡും ഇതും എക്സസൈസും ഒക്കെ ചെയ്യുന്നത് കറക്റ്റ് ചെയ്യേണ്ട അവരാണ്. അപ്പം അവിടെ പറയും എക്സസൈസ് ചെയ്യുക, ഫുഡ് നോക്കണം, കൺട്രോൾ ചെയ്യണം. പക്ഷെ ആരും അതൊക്കെ പറയുമ്പോൾ പേഷ്യൻ്റ് തന്നെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ പറയാൻ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമില്ല, ഡോക്ടറിൻ്റെ അടുത്തോട്ട് പിന്നെ ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കുറേ പേരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ആറ്റിറ്റ്യൂഡ് കേട്ട് കഴിയുമ്പം ഏത് ഡോക്ടറാണേലും പിന്നെ അത് നിർത്തും, പിന്നെ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു ഫീൽഡും അങ്ങ് പോകും. പിന്നെ പലരും തന്നെ മരുന്ന് കഴിക്കുന്നവർ തന്നെയായിരിക്കും, അവർക്കും അവരെ കൊണ്ടും പറ്റുന്നുണ്ടാവില്ല. അപ്പം ആ ഒരു ഇതില്ല നമ്മൾക്ക്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കൺസെപ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത്, പ്രഷറാണോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, ഡയബറ്റീസ് ആണോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. അപ്പം അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ പഠിക്കണം. കാരണം 50 വർഷം മുമ്പുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ല സയൻസിനെ കുറിച്ച് ഇന്നുള്ളത്. ഇപ്പം നമ്മളുടെ ഇവിടെ നമ്മൾ നോക്കിയ സീനിയർ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും 50 വർഷം കഴിഞ്ഞ 50 വർഷമായിട്ട് ഇതിലുള്ള അവർ ആ ടെൻഡൻസിയിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് അതേസമയത്ത് പുതിയ ആൾക്കാരെ പഠിപ്പിക്കുന്നത് ആ ഒരു തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന് ഒത്തിരി നമ്മുടെ ലൈഫ് സയൻസ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫേർട്ട് എടുക്കണം. അപ്പം അതിന് നമുക്കൊരു 3 to 6 months എങ്കിലും നമ്മൾ അതിനൊരു മോണിറ്ററിങ്ങോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞൊരു 3 മാസം പറയുന്ന പോലെ ചെയ്ത ഒരാൾ പിന്നെ തിരിച്ചു പോകുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല എന്നുള്ളതാണ്.
ആരും തന്നെ വരാറില്ല. അതിനു മുമ്പ് 1 മാസം എടുക്കും, പിന്നെ 1 മാസം ഗ്യാപ്പ് എടുക്കും, പിന്നെ അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ട് തോന്നുന്ന പോലെ ചെയ്യുന്നവര് അവരൊരിക്കലും ഒരു പാർഷ്യൽ ഇത് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ബാക്കി കറക്റ്റായിട്ട് ഒരു 3 മാസമെങ്കിലും ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ, അത് നമ്മുടെ ബോഡിയെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്ത് 3 to 6 മന്ത്സ് അവരുടെ ബോഡി കറക്റ്റ് ചെയ്യണം. ബോഡിയുടെ കോമ്പോസിഷനും ബോഡിയുടെ നേച്ചറിന് എല്ലാത്തിനും ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തെറ്റാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ എഫേർട്ട് ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. ഒരു റീസണബിൾ എഫേർട്ട്. പക്ഷെ ആ ഒരു 3 to 6 മന്ത്സ് എസ്പെഷ്യലി അത് എത്ര ബോഡി തെറ്റിക്കിടക്കുന്നു എന്നനുസരിച്ചിരിക്കും. 3 മന്ത്സ് എങ്കിലും ഇല്ലാതെ അത് കറക്റ്റ് ആക്കാൻ. 3 മന്ത്സ് ഇല്ലാതെ ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ ചിലരൊക്കെ ഉണ്ട്. വളരെ ഈസി ആയിട്ട്, അതായത് ബോഡി ഇപ്പോൾ ഒത്തിരി ഓവർ വെയ്റ്റും ഒന്നുമില്ല, ബോഡി പ്രൊപ്പോർഷനൊക്കെ ഉള്ള ചില കാര്യങ്ങൾക്ക് അവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ജനറലി നമുക്ക് അത്രയും വേണം. 10ഉം 20ഉം വർഷങ്ങൾ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷനാണ്? ജീവിതമാർഗം ഉണ്ടാക്കാനുള്ള എഡ്യൂക്കേഷനാണ്. നമ്മളീ ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LKG മുതൽ PhD വരെ ചെയ്യുന്നത് നമ്മുടെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റിനൊന്നുമല്ല, നമുക്കൊരു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ ഈ ജീവിതമാർഗം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളൊക്കെ ബോഡിക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും കൺവീനിയൻസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു 5-6 മാസം പോലും ഒരു റീസണബിൾ, അതിൻ്റെ ഇടയിൽ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അതിനുള്ള ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ ഈ ജീവിതശൈലി രോഗത്തിന്, അതിനാണല്ലോ ഇപ്പൊ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴും ഒരു ഇൻഫെക്ഷൻ വരുമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, ഒരു മുറിവോ ഒടിവോ ഒക്കെ ഉണ്ടായാൽ അതിനൊക്കെ മരുന്ന് വേണം. പക്ഷെ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന ആ ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം അതിൻ്റെ വാക്കിൽ നിന്ന് തന്നെ രോഗത്തിന്റെ പേരിൽ നിന്ന് തന്നെ അതിന്റെ പ്രശ്നം നമുക്ക് വ്യക്തമാണ്. ആ ജീവിതശൈലി രോഗമാണ്. അപ്പൊ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മരുന്നും ഓപ്പറേഷനും അല്ല. മരുന്നിന്റെ ഓപ്പറേഷന്റെ കുറവ് കൊണ്ടല്ല ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ ജനറേഷൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മരുന്നുകളിൽ കൂടെ പോയി നമ്മളുടെ ജീവിതം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുകയാണ് ചെയ്യുന്നത്. ഒരു മരുന്ന് എടുക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അവരൊരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അവരുടെ പല പേഷ്യൻസ് തന്നെ പറയാറുണ്ട്, ഓ ഡോക്ടറെ ഇനിയിപ്പോൾ ഇൻസുലിൻ നിർത്തിയല്ലോ, ഇനി എനിക്ക് അല്ലെങ്കിൽ അത് പാക്ക് ചെയ്യണം, എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ചിലരൊക്കെ ഉണ്ട് ഈ ഷിപ്പിലൊക്കെ ജോലിക്കൊക്കെ പോകുന്നത്, അവർക്ക് ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും ഷിപ്പ് കടന്നു പോയി കഴിഞ്ഞാൽ മരുന്ന് കിട്ടുകയില്ല. ഈവൻ നമുക്ക് കാണാം, നമ്മളൊരു ഒരു ഫ്ലഡോ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈവൻ ഒരു ഇസ്രായേലിലെ ക്യാപ്റ്റീവ്സ് ആയിട്ട് പോയവരുടെയൊക്കെ മരുന്നില്ലെന്നായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം നമ്മൾ ഈ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, മരുന്നില്ലാതെ ഒരു ഫ്ലഡ് വന്ന് നമ്മളൊന്ന് ഒറ്റപ്പെട്ടു പോയാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ സ്ട്രെസ്സും അതാണ്. മരുന്നില്ല, ഭക്ഷണം ഇല്ല എന്നുള്ളതല്ല ഇന്നിപ്പോൾ പലരും ഒരു സ്ട്രെസ്സായിട്ട് എടുക്കുന്നത്. മരുന്നില്ല എന്നുള്ളതാണ്. മരുന്നും ഇല്ല, ഭക്ഷണം ഇല്ല എന്നുള്ളത് സെക്കൻഡറി ആണ്. ഒരു ഫ്ലഡ് വന്നു, അല്ലെ ഒരിടയിലും ഒരു സ്ഥലം ഒറ്റപ്പെട്ടു പോയി, അവിടെ ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതല്ല, അവർക്കുള്ള മരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മരുന്ന് കഴിച്ച് ജീവിക്കാനല്ല നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മരുന്ന് നമുക്ക് ബോഡിക്ക് സ്ട്രെയിനാണ്. ഇറ്റ്സ് എ ടോക്സിൻ. ബേസിക്കലി ഏത് മരുന്നും ഒരു ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടോക്സിനാണ്. അതുകൊണ്ടാണ് ലിവർ അതിനെ നമ്മൾ കഴിക്കുന്നത് നേരെ ലിവറിൽ ചെല്ലും, അതിനെയൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത്. ആ ഡീറ്റോക്സിഫിക്കേഷനും എസ്കേപ്പ് ചെയ്ത് പോകുന്ന മരുന്ന്, ആ ഒരു സ്മോൾ ഫ്രാക്ഷനാണ് നമുക്ക് മെഡിസിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം എന്ത് മരുന്ന് കഴിക്കുന്നതും അത് ലിവറിനും കിഡ്നിക്കും നമ്മുടെ ഓരോ സെല്ലിനും അതിനെല്ലാം അതിൻ്റെ മെക്കാനിസത്തെ ഒരു രീതിയല്ലേ വേറൊരു രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയാണെന്നുള്ളത് ഓർക്കണം. പിന്നെ അത്യാവശ്യങ്ങൾക്ക് ചിലപ്പം വേദന സഹിക്കാൻ മേല, കുറച്ചൊക്കെ എടുത്തേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വേറെ കുറച്ച് ഇത് വരും. അപ്പം അത് വേദനയ്ക്കുള്ള മരുന്ന് ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് വേദന കുറയുന്നതെന്നും, പ്രോബ്ലം എൻ്റെ സോൾവ് ചെയ്യാനുള്ള ഒരു മെസ്സഞ്ചറാണ് പെയിൻ എന്നുള്ളത് നമ്മൾ അറിയണം. ശരിക്കും നമ്മളുടെ ബോഡിയുടെ പ്രതിരോധ ശേഷിയുടെ ഭാഗമാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഈവൻ പ്രഷർ കൂടുന്നതിന് ഇപ്പം നമുക്ക് വേദനയൊന്നും അറിയുന്നില്ലെങ്കിലും, പ്രഷർ കൂടിയെന്ന് പറഞ്ഞ് വേദന വരുന്നില്ല, തലവേദനയൊന്നും വന്നില്ലെങ്കിലും പ്രഷർ കൂടുതലാണെങ്കിൽ
അത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അത് നമുക്ക് സയൻസ് ഡെവലപ്പ് ചെയ്തു, പല രീതിയിലും പല ടെസ്റ്റുകൾ വഴി നമുക്ക് തിരിച്ചറിയാം. പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അതിന് മരുന്ന് കഴിക്കുകയല്ല ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.